ചടങ്ങിന് ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ആദരണീയനായ സ്കൂൾ മാനേജർ ഒപ്പം ശതാബ്ദി ആഘോഷ സമിതി ചെയർമാൻ കൂടിയായ ശ്രീ എസ് ജയഗോപാൽ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ ഗുരുജനങ്ങളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഓൾറെഡി വൈകി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ സ്വാഗത പ്രസംഗവും അതേപോലെ ചുരുക്കിയാണ്. എങ്കിലും 100 വർഷം മുമ്പ് ഈ നാടിൻ്റെ ഒരു കാഴ്ച എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. കാരണം അരമണിക്കൂർ മുമ്പ് കഴിഞ്ഞ പരിപാടിയിൽ നമ്മുടെ ബഹുമാന്യ VS രവീന്ദ്രനാഥ് സാറ് ഈ ഒരു ചെമ്മൺ പാതയിൽ അതിനപ്പുറം ഒരു ഓലമഞ്ഞ കെട്ടിടവും നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുകയുണ്ടായി. 100 വർഷം മുമ്പ് ഒരു കൊപ്രാക്കളത്തിൽ 1-2 ക്ലാസ്സുകളിൽ ആയി ആരംഭിച്ച നമ്മുടെ വിദ്യാലയം പടിപടിയായി ഉയർന്ന് LP സ്കൂളായി, UP സ്കൂളായി, ഹൈസ്കൂളായി, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളായി പരിണമിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഓരോ വഴിയിലും ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. അതുപോലെ സ്കൂൾ ഒരുപാട് പ്രതിഭാധനരെ സൃഷ്ടിച്ച് അവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ 100ാം വർഷത്തിൽ ഏറ്റവും അഭിമാനപൂർവ്വം നിൽക്കാനുള്ളൊരവസരം അതും തന്നത് ഈ സരസ്വതി ക്ഷേത്രമാണ്. 100ാം വർഷത്തിൻ്റെ ഈ ആഘോഷവേളയിൽ അതുപോലെ തന്നെ ഉത്തരവാദിത്വം നിറവേറ്റുക, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇതിൻ്റെ ഒരു സംഘാടക സമിതി രൂപീകരിച്ചത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മുടെ സമൂഹം കൂടി ഉൾപ്പെടുന്ന ആ സംഘാടക സമിതിയാണ് തീരുമാനിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ സംഘാടക സമിതിയുടെ ആദ്യ യോഗങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ സ്കൂളിലൊരു ഓഡിറ്റോറിയം, സ്കൂളിലൊരു സ്ഥിരം സ്റ്റേജ്, സ്കൂളിൻ്റെ കളിക്കളം, സ്പോർട്സ് ഗ്രൗണ്ട് വികസിപ്പിക്കുക എന്നുള്ള ലിമിറ്റഡ് ആവശ്യങ്ങളായിരുന്നെങ്കിൽ നമ്മൾ സമൂഹത്തെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ സമൂഹത്തിൻ്റെത് കൂടിയായി. നമ്മുടെ ഇപ്പോഴത്തെ ഒന്നാമത്തെ ലക്ഷ്യം ഈ സ്കൂളിലെ ഏറ്റവും നിർധനായ ഒരു വിദ്യാർത്ഥിക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 1 എന്നുള്ളത് നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന ഏറ്റവും മിനിമം സംഖ്യയാണ്. നമ്മുടെ ഉദ്ദേശം നമ്മളെ എത്ര നിർധനർക്ക് വീട് വെച്ചു കൊടുക്കാമോ അത്രത്തിലേക്ക് നമ്മുടെ നമ്പർ എത്തിക്കുക എന്നുള്ളതാണ്. 2, നമ്മുടെ പഞ്ചായത്തിലെ ആതുര സേവന രംഗത്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിന് നമ്മുടെ ആശാ വർക്കർമാർക്ക് അല്ലെ ഹെൽത്ത് വർക്കർമാർക്ക് ഒക്കെ സഞ്ചരിക്കാനുള്ള വാഹനമില്ല. അവർക്ക് ഒരു വാഹനം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ 2ാമത്തെ ലക്ഷ്യമായിട്ട് വരുന്നത്. 3ാമത്തെ ലക്ഷ്യം നമ്മുടെ സ്കൂൾ എല്ലാ തലത്തിലും അതിൻ്റെ പാഠ്യേതര വിഷയങ്ങളിലും വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രാരംഭം എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇന്ന് ഒരു യോഗ സെഷൻ തന്നെ ഇവിടെ അവതരിപ്പിച്ചത്. ഇങ്ങനെ പിന്നെ നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റീസ് സ്കൂൾ ഗ്രൗണ്ട്, സ്കൂൾ ഓഡിറ്റോറിയം, സ്ഥിരം സ്റ്റേജ്, അങ്ങനെയുള്ള ആവശ്യങ്ങൾ അതിന് താഴേക്കായി നിരാലംബർക്ക് കൈത്താങ്ങാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നാരമ്പലം ബഹുവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഈ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇതിന്റെ ഭാഗമാവാൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി നമ്മൾ റിലേഡാണ്. MLAക്കും തുളസി ചേച്ചിക്കൊക്കെ ഇനിയും ഒരുപാട് പരിപാടികൾ അറ്റൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ
അത് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷ നമ്മുടെ തുളസി ചേച്ചിയെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ സ്ഥലം നല്ല പ്രിയങ്കരനായ KN ഉണ്ണികൃഷ്ണൻ സാറാണ്. ഇപ്പോൾ ഒരു ഭംഗിയായ ചടങ്ങ് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയുള്ളൂ. നമ്മുടെ ഈ ലൈബ്രറിയുടെ ഉദ്ഘാടനം അത് അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിലുള്ള സംഭാവനയാണ്. അതുപോലെ തന്നെ 10 ലാപ്ടോപ്പുകൾ നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് അദ്ദേഹം അനുവദിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ ലഭിച്ചു. അതിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ഏറ്റവും ചെറിയ വിദ്യാലയമായ ദേവിദാസ സ്കൂളിൽ 5 ലാപ്ടോപ്പുകൾ അദ്ദേഹം അനുവദിച്ചത് തിങ്കളാഴ്ച ഇവിടെ സപ്ലൈ ചെയ്യുകയാണെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മുടെ MLA-യോട് നന്ദി പറയുന്നു. അദ്ദേഹത്തിന് സാദരം ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം ചെയ്യുന്നതിന് ക്ഷണിക്കുകയും ചെയ്തു. ഉദ്ഘാടകനായി ക്ഷണിക്കുന്നത്. പിന്നെ നമ്മുടെ ഷൈൻമോൻ സാർ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മികച്ച ഒരു പോസ്റ്റിലെത്തിയിരിക്കുന്ന മിടുക്കനായ പൂർവ്വ വിദ്യാർത്ഥി ഷൈൻമോൻ സാർ, സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടർ ഓഫ് സമഗ്ര ശിക്ഷ കേരളയാണ്. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഗ്രാമമാതാവ് ശ്രീമതി നീതു വിനോദ്, നായർപ്പലം ബഹുദാസ് ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ എന്താവശ്യങ്ങൾക്കും എപ്പോൾ വിളിച്ചാലും എന്ത് പരിപാടി പങ്കുവെച്ചിട്ടാണെങ്കിലും നമ്മളെ ഒരു മടിയുമില്ലാതെ നമ്മുടെ എല്ലാ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തിയാണ്. നീതു വിനോദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ അഗസ്റ്റിൻ മണ്ടൂർ സാർ പൈപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും ഈ സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും നാരായണപുരം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീ ജോബി വർഗീസാണ്. അദ്ദേഹം വേറൊരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. നമ്മുടെ കാര്യത്തിന് അദ്ദേഹം കൃത്യസമയത്ത് എത്തിച്ചേർന്നു. അദ്ദേഹത്തിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗത്തിൽ ഈ ഒരു സർപ്രൈസ് പ്രസൻസ് ആയിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ ഇളകുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രസികല പ്രിയരാജ്. മാഡത്തിനെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി റീസ ക്ലീറ്റസിനെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജിജി വിൻസനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്തായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ PTA പ്രസിഡന്റായ ശ്രീ PK രാജീവ് സാറിനാണ്. PK രാജീവ് സാറിനെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കാരണം രാജീവ് സാറ് നായകത്വത്തിൻ്റെ ഒരു പരിചയപ്പെടുത്തേണ്ടതായ അല്ലാത്തൊരു മുഖമാണ്. രാജീവ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നായരപ്പലം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ ഈ 2ാം വാർഡിന്റെ പ്രതിനിധി കൂടിയായ ശ്രീമതി ബിന്ദു മേഡത്തിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
അടുത്തത് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ്. പഴയകാല സുഹൃത്തുക്കളാണ്. നമ്മുടെ നാട്ടിലും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ KB ജോഷി നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും താങ്ങായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനമാണ് നാരമ്പലം സർവീസ് സഹകരണ ബാങ്ക്. അതിൻ്റെ പ്രസിഡന്റും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ KB ജോഷിയെ ആദരവോടെ സ്വാഗതം ചെയ്യും. അടുത്തത് നമ്മുടെ മുൻ അധ്യാപകൻ, നാരമ്പലത്തെ സാംസ്കാരിക രംഗത്തെ ഏറ്റവും തലയെടുപ്പുള്ള വ്യക്തിത്വവുമായ എൻ്റെ ഗുരുനാഥൻ ശ്രീ VS രവീന്ദ്രനാഥ് സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഇന്ന് രാവിലെ മുതലുള്ള മത്സരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമ്മാനം മേടിച്ചതുമായ MK ശശി ചേട്ടനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മദർ PTA പ്രസിഡന്റ് ശ്രീമതി ജിഷ സോബൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കഴിഞ്ഞ ഡോക്യുമെന്ററി ചലച്ചിത്രമേളയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിരവധി ചിത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ PS രാജീവിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ തന്നെ വീട്ടുകാരെയാണ്. നമ്മുടെ 4 സ്ഥാപനങ്ങളിലെ പ്രധാന അധ്യാപികമാർ ശ്രീമതി ബീന ചന്ദ്രശേഖർ, ശ്രീമതി ശ്രീദേവി ദേവി, ശ്രീമതി ബീന ചന്ദ്രശേഖർ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേവിലാസം UP സ്കൂളിന്റെ പ്രധാന അധ്യാപിക ശ്രീമതി ശ്രീദേവി PV സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഈ എല്ലാ പ്രവർത്തനങ്ങളിലെയും ചുക്കാൻ പിടിക്കുന്ന 2 പ്രധാന വ്യക്തിത്വങ്ങളാണ്. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീമതി മിനി P, ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക ശ്രീമതി ശ്രീഭദ്ര P, നമ്മുടെ സ്കൂൾ ലീഡർ അഭിനവിയ എന്ന കൊച്ചുമിടുക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടുകാരെ തന്നെ സ്വാഗതം ചെയ്യുന്ന കർമ്മമാണ് ഏറ്റവും അവസാനം നടന്നത്. നമ്മുടെ 4 പ്രധാന അധ്യാപികമാരും സ്കൂൾ ലീഡർ ശ്രീ മാസ്റ്റർ അഭിനവിയ. ഇന്ന് ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുൻ PTA പ്രസിഡന്റുമാർ, സ്കൂൾ മാനേജർമാർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഇന്നൊരു സർപ്രൈസ് അതിഥി കൂടി നമുക്കുണ്ട്. നമ്മുടെ ഹൈസ്കൂളിലെ ഫസ്റ്റ് ബാച്ചിലെ ഫസ്റ്റ് റോൾ നമ്പർ ആയിരുന്ന ആനന്ദചേട്ടൻ നമ്പർ 1 സീറ്റിൽ ഉപവിഷ്ടനായിട്ടുണ്ട്. അദ്ദേഹത്തെ അടക്കം നമ്മുടെ മുഴുവൻ പൂർവാധ്യാപകരെയും അധ്യാപികമാരെയും മുൻ മാനേജർമാരെയും മുൻ PTA പ്രസിഡന്റുമാരെയും ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഈ ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് അതിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തുളസി സോമൻ അവർകളാണ്. മുഴുവൻ ജനാവലിയുടെയും പേരിൽ അധ്യക്ഷ പ്രസംഗത്തിനായി വേണ്ടത് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവർ, അതുപോലെ തന്നെ നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതി വിനോദ്, എളമനപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബസീമ, വേദിയിലെ ജനപ്രതിനിധികളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും
പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഇതെല്ലാവരും ഉണ്ട്. ബാങ്ക് പ്രസിഡന്റ് ഉണ്ട്, PTA ഭാരവാഹികളും PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഗുരുജനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ബഹുമാന്യനായ ഷൈൻ സാറുണ്ട്. ഏറെ പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, ഇവിടെ മാനേജർ പറഞ്ഞ പോലെ ഒരുപാട് വൈകി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഗാനത്തോടു കൂടി ആ ഗാനം കേട്ടപ്പോൾ തന്നെയോട് ടൈം പോയത് എന്താണെന്ന് അറിഞ്ഞില്ല. എങ്കിലും വേറൊരു പരിപാടിയും കൂടി ഉള്ളത് കൊണ്ട് വളരെ വിഷമം തോന്നിക്കൊണ്ടിരുന്നതാണ്. എന്നാലും പറയാതെ വയ്യ, ഈ BVHSൻ്റെ 100 മുന്നോട്ട് പോകുന്ന ഈ കാലം അതിജീവനത്തിൻ്റെ മാതൃക ഏറ്റെടുക്കുന്നത് ഏറ്റവും അഭിമാനമായി തോന്നുകയാണ്. അതിനെ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേരുകയാണ്. എന്തായാലും വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ, പ്രസിഡന്റ് എന്ന നിലയിലും ആകെ 2 മാസം ഉണ്ടാകും. എങ്കിലും ഇവരുടെ ഈ വിവിധങ്ങളായ വിരുന്നുകൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ശ്രദ്ധേയമായ ഒരു 100 ആണ്ട് തികയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അഭിമാനമുണ്ട്. അത് എന്തുകൊണ്ടോ നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊളുത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ അധികാരം വിട്ടാലും ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള നിലയിൽ അല്ല എങ്കിൽ പോലും വ്യക്തിപരമായും ഈ കർമ്മത്തിൽ പങ്കാളിയാകാൻ ഞാൻ ശ്രമിക്കും എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ പരിപാടിക്ക് LP സ്കൂളിൽ വെച്ച് MLA പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും എന്ന് പറഞ്ഞപ്പോഴും ഇവരെ അധ്യാപകരാരും കിട്ടുമോ എന്നൊരു പ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ MLA എന്തായാലും ആ പ്രതീക്ഷ നിറവേറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, സ്കൂൾ മാനേജർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കതിനും ഏറ്റവും സന്തോഷം. അപ്പോൾ എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് 2 മിനിറ്റ് സംസാരിക്കാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും ഞാനും ആ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. 2 മിനിറ്റ് കൊണ്ട് സംസാരിക്കുന്നത് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. അഭിമാനത്തോടു കൂടിയാണ് ഈ 100 ആണ്ടിൻ്റെ മികവിൽ നിൽക്കുന്നത്. അതിനെല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. സ്നേഹം ചാലിച്ച വാക്കുകൾക്ക് ഈ സജീവ സാന്നിധ്യത്തിന് സ്നേഹം കൊണ്ട് നൽകുന്ന ഈ വസന്തോത്സവത്തിൻ്റെ ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ഈ നാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതുഭാഷ്യം നൽകുന്ന ആദരണീയനായ MLA ശ്രീ K ഉണ്ണികൃഷ്ണൻ അവർകളെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. മറ്റൊരു ചടങ്ങിനു കൂടി അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് അനുവദിച്ച 10 ലാപ്ടോപ്പുകളുടെ പ്രതീകാത്മകമായ വിദ്യാർത്ഥികളെ ചേർത്തിട്ടുള്ള ഒരു പ്രകാശന കർമ്മം കൂടി, കൈമാറൽ ചടങ്ങ് കൂടി അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിർവഹിക്കും. നമ്മുടെ ഭദ്രദീപം സാക്ഷിയാക്കിക്കൊണ്ട് മനോഹരമായ ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഏറ്റവും ചാരുതയേറിയ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഭദ്രദീപം സാക്ഷിയാക്കിക്കൊണ്ട് ഈ ചടങ്ങിന് വേദിയിലെ മുഴുവൻ വിശിഷ്ട വ്യക്തിത്വങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും ശക്തമായി, തീവ്രമായി, ദീപ്തമായി ഈ വിദ്യാലയം കൂടുതൽ ഉയർച്ചയിലേക്ക് കടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം.
ആദരണീയനായ MLA ഇപ്പോൾ നമ്മോട് സംവദിക്കും. ബഹുമാന്യയായ യോഗാധ്യക്ഷ, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി തുളസി സോമൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നീതു വിനോദ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അധ്യാപക ശ്രേഷ്ഠർ, PTA ഭാരവാഹികൾ, ഈ കലാലയത്തെ ഇതിനു മുമ്പ് നയിച്ച PTA ഭാരവാഹികൾ, അതുപോലെ അധ്യാപക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങൾ, ഭഗവതി വിലാസം ഹൈസ്കൂൾ നമ്മുടെ ഈ വൈപ്പിൻകരയിലെ വൈപ്പിൻ വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിദ്യാലയമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ പോലുള്ള ആളുകളെല്ലാം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ എറണാകുളത്തെല്ലാം നടക്കുന്ന കലോത്സവ വേദികളിലും സ്പോർട്സ് രംഗത്തുമെല്ലാം എപ്പോഴും അറിയപ്പെടുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള നാമങ്ങളിൽ ഒന്ന് തന്നെയാണ് നായരമ്പലം ഭഗവതി വിലാസം ഹൈസ്കൂൾ. മാത്രമല്ല, വൈപ്പിൻകരയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളെയും ഈ പവിത്രമായ വിദ്യാലയം എപ്പോഴും ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ്. അതിൻ്റെ മഹത്തായ 100 കൊല്ലങ്ങൾ പിന്നിടുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് നാം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് ആരംഭിച്ചതിൻ്റെയും അതിൻ്റെ പ്രയാസങ്ങളും അത് ബാലാരിഷ്ടതകൾ പിന്നിട്ട കഥകളുമെല്ലാം ഇവിടെ ചുരുക്കം വാക്കുകളിലാണെങ്കിലും നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. 100 കൊല്ലങ്ങൾക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധമോ അവസാനമോ ആയ കാലമാണ്. ജാതി മേധാവിത്വവും അതുപോലെ സവർണാധിപത്യവും എല്ലാം നിലനിന്നിരുന്ന, രാജവാഴ്ചയുടെ എല്ലാ തരത്തിലുമുള്ള നാടുവാഴിത്തത്തിൻ്റെ എല്ലാ അനീതികളും നിലനിന്നിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് അന്നത്തെ ഉൽപ്പതിഷ്ണുക്കളായ നവോത്ഥാന നായകന്മാർ നേതൃത്വം നൽകിയത്. നവോത്ഥാന നായകന്മാരുടെ ഒരു നീണ്ട നിര പേരുകളൊന്നും പറഞ്ഞ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നില്ല. ആറാട്ടുപുഴ വേലായുധപ്പണിക്കറിൽ നിന്നും തുടങ്ങി ശ്രീനാരായണ ഗുരു വഴി എല്ലാ സവർണ ഹൈന്ദവ സമുദായങ്ങളിലും നവോത്ഥാനത്തിൻ്റെ ശംഖുലിനാദം അന്നുയരുകയുണ്ടായി. കീഴാള സമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ സവർണ ഹിന്ദുക്കളിൽ പോലും, നമ്പൂതിരിമാരിൽ, നായർ സമുദായത്തിലെല്ലാം അത് അരയടിക്കുകയുണ്ടായി. അങ്ങനെയാണ് നവോത്ഥാന പ്രസ്ഥാനത്തിൽ മന്നത്ത് പത്മനാഭനും അതുപോലുള്ള VT നമ്പൂതിരിപ്പാടിനും എല്ലാം, EMS നമ്പൂതിരിപ്പാടിനും ഭട്ടതിരിപ്പാടിനും എല്ലാം അതിൽ സ്ഥാനം വരുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ നമുക്ക് മുന്നേ സഞ്ചരിച്ച ആ പൂർവ്വസൂരികളുടെ സ്വപ്നം ഒരു മതനിരപേക്ഷ ജനാധിപത്യ കേരളം, അതോടൊപ്പം തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും തൊഴിലുമെല്ലാം ലഭിക്കുന്ന ഒരു സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത്. അവരുടെ ജീവിത സ്വപ്നങ്ങൾക്ക് സാഫല്യം നൽകിയത്, അല്ലെങ്കിൽ അവരുടെ ആ സ്വപ്നങ്ങൾ പീലി വിടർത്തിയത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 56-ൽ നമ്മുടെ കേരളപ്പിറവിക്ക് ശേഷം 57-ൽ നടന്ന ആദ്യത്തെ ഗവൺമെൻറ് രൂപീകരണത്തോടുകൂടി ശ്രീ EMS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്ന ആ സന്ദർഭത്തിലാണ് കേരളത്തിലെ നാടുവാഴിത്തം അവസാനിപ്പിക്കാനും അതുപോലുള്ള ജാതി വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്നൊരു നിലപാട് സ്വീകരിച്ചു. ജന്മി നാടുവാഴിത്തത്തിൻ്റെതായ ആ സമൂഹത്തിൻ്റെ വേരറക്കുകയും കൃഷിഭൂമി എല്ലാവർക്കും നൽകുന്ന വളരെ സമഗ്രമായ ഒരു കാർഷിക പരിഷ്കരണ ബില്ല് അവതരിപ്പിക്കുകയും 970കളോടുകൂടിയാണത് പൂർണ്ണതയിലെത്തിയതെങ്കിലും കേരളത്തിൻ്റെ ജന്മി നാടുവാഴിത്ത വ്യവസ്ഥയെ അതിൻ്റെ അടിവേര് തകർക്കുന്ന ഒന്നായിരുന്നു ഭൂപരിഷ്കരണ നടപടികൾ. ആ നടപടി മുതൽ മാറി മാറി വന്ന എല്ലാ ജനാധിപത്യ ഗവൺമെൻറ്റുകളും സ്വീകരിച്ച പുരോഗമന നടപടികളാണ്
ഇന്നത്തെ ഈ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയതും അടിത്തറയായി വന്നു. അതിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പങ്കാണുള്ളത്. എല്ലാ നവോത്ഥാന നായകന്മാരും, അത് ശ്രീനാരായണ ഗുരുവാകട്ടെ, അയ്യങ്കാളി ആകട്ടെ, പണ്ഡിക്കറുപ്പനാകട്ടെ, മന്നത്തുവൽപ്പനാകനാകട്ടെ, അങ്ങനെ തുടങ്ങിയ എല്ലാ മഹാരഥന്മാരും വിദ്യാഭ്യാസത്തിൻ്റെ കരുത്തും സ്വാധീനവും അവർ നമ്മളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാത പിന്തുടർന്നുകൊണ്ടാണ് NSSന്റെ ഔദ്യോഗികമായ ഭാഗമാണ് ഇവിടുത്തെ NSS കരയോഗം എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും അതിൻ്റെ എല്ലാം ഊർജം പഴയ കാലത്ത് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഇന്ന് നായരമ്പലം ഭഗവതി വിലാസം സ്കൂൾ നമ്മുടെ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന മഹത്തായൊരു വിദ്യാലയമാണ് എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെ 100 കൊല്ലങ്ങൾ പിന്നിടുമ്പോൾ സമ്പന്നമായ ഈ വിദ്യാലയത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനമായ ഈ മുത്തശ്ശിയുടെ സമ്പന്നമായ ഭൂതകാല ചരിത്രത്തെ അതിന് ഇന്നത്തെ കാലത്ത് പ്രോജ്വലിപ്പിക്കുന്ന ഒന്നായി അതിമനോഹരവും വിപുലവും PK രാജീവിനെ പോലുള്ള പൊതുപ്രവർത്തകരുടെ ഉജ്ജ്വലമായിട്ടുള്ള സംഘാടന മികവും ഭദ്ര ടീച്ചറുടെ എല്ലാം രക്ഷാകർത്തൃവും എല്ലാം അതിമനോഹരമായ പരിപാടികളോടുകൂടി നമുക്കിന്ന് തുടക്കം കുറിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഞാൻ ദീർഘമായൊരു സംസാരത്തിന് മുതിരുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കേരളം വലിയ മുന്നേറ്റമാണ് ഇന്നത്തെ കാലത്ത് തീർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മലയാളികൾ കേരളത്തിൻ്റെ ലോകത്തിൻ്റെ 167 രാജ്യങ്ങളിൽ ഇന്ന് പരന്നു കിടക്കുകയാണ്. ആ 167 രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികൾ ശാസ്ത്രജ്ഞന്മാരുണ്ട്, ടെക്നോക്രാറ്റുകളുണ്ട്, വലിയ കലാകാരന്മാരുണ്ട്, നല്ല മികവുറ്റ തൊഴിലാളികളുണ്ട്, നല്ല നഴ്സുമാരുണ്ട്. അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ നൈപുണ്യം നേടിയ മനുഷ്യർ ലോകത്തിന് പല മേഖലകളിലും IT മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 57 മുതലുള്ള ഗവൺമെന്റിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ ആരോഗ്യ രംഗത്തുമെല്ലാം നമുക്ക് ഏറ്റവും ഒരു കേരള മോഡൽ എന്ന് പറയുന്ന ഒരു സംജ്ഞ തന്നെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമാണ്. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ലോകത്തെ പല രാഷ്ട്രങ്ങളോടൊപ്പം നമുക്ക് എത്താൻ കഴിയണമെങ്കിൽ ഇനിയും നമുക്ക് മുന്നേറേണ്ടതുണ്ട്. കാരണം ശാസ്ത്ര രംഗത്തും സാങ്കേതിക രംഗത്തുമെല്ലാം ഇന്ന് ലോകത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ChatGPT-4ൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക്സ് വിജ്ഞാനത്തിൻ്റെയും എല്ലാം മേഖലകളിലൂടെ നാം കടന്നു പോവുകയാണ്. ഒരു മാസങ്ങൾക്ക് മുമ്പാണ് റോബോട്ടുകളുടെ ഫുട്ബോൾ മത്സരം ചൈനയിലെ ബീജിംഗ്, അതിൻ്റെ തലസ്ഥാനമായ ബീജിംഗിൽ റോബോട്ടുകളുടെ ഫുട്ബോൾ മത്സരം ഒരു മാസങ്ങൾക്ക് മുമ്പ് അരങ്ങേറുകയുണ്ടായി. അപ്പോൾ ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും എല്ലാം വരുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മൾ TV-യിലൂടെയും അതുപോലെ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കി വരികയാണ്. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് വിജയിച്ച് മുന്നേറാൻ കഴിയണമെങ്കിൽ ലോകത്ത് മാറി വരുന്ന ഈ ലോകത്തിൻ്റെ എല്ലാ വിജ്ഞാനങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. നമ്മുടെ പൊതുവിദ്യാഭ്യാസം 1 മുതൽ 12 വരെ ഇന്ത്യയിൽ ഏറ്റവും സവിശേഷമായ ഒരു രംഗമാണ്. ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ, 2.5 ലക്ഷത്തിലധികം വരുന്ന അധ്യാപകർ, സ്കൂൾ പ്രായമെത്തിയ മുഴുവൻ കുട്ടികളും വിദ്യാഭ്യാസത്തിന് നമ്മുടെ വിദ്യാലയങ്ങളുടെ മുറ്റത്ത് എത്തുന്നു എന്ന് പറയുന്നത് ഈ കേരളത്തിന് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. മറ്റൊരു സംസ്ഥാനത്തിനും അത് അവകാശപ്പെടാൻ കഴിയില്ല. സർക്കാർ വിദ്യാലയങ്ങളിലെ, പ്രത്യേകിച്ച് സർക്കാർ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ചെലവഴിക്കുന്നത് 50,000 രൂപയാണ്. എല്ലാ രക്ഷകർത്താക്കൾക്കും ഒരുപക്ഷെ ഇത് അവർ മനസ്സിലാക്കുന്നുണ്ടാകില്ല. അവർക്ക് പ്രഭാത ഭക്ഷണത്തിനാണെങ്കിലും ഉച്ചഭക്ഷണത്തിനാണെങ്കിലും നല്ല യൂണിഫോം നൽകുന്നതിനാണെങ്കിലും നല്ല ലൈബ്രറികളും അതുപോലെ തന്നെ ലാബറട്ടറികളും എല്ലാം ഒരുക്കുന്നതിൽ നമ്മൾ ആ നിലയിൽ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പൊതുവിദ്യാലയത്തെ ശക്തിപ്പെടുത്താനും നമ്മുടെ സ്കൂളുകളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി രൂപപ്പെടുന്നതിൽ ഈ ഗവൺമെൻറ് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. പഴയ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ മാഷിൻ്റെ കാലത്ത് തുടങ്ങിയ വിദ്യാഭ്യാസ യജ്ഞം, ആ യജ്ഞം ഇപ്പോഴും ഈ ഗവൺമെൻറ് തുടരുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഒട്ടേറെ കുട്ടികൾ ഇന്ന് വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ വിദേശ സർവകലാശാലകൾ ആശ്രയിക്കുന്നതിന് പകരം ഭാവിയിൽ വിദേശത്ത് നമുക്ക് ലഭ്യമാകുന്ന കോഴ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ആരംഭിക്കാനും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ ഭാവിയുടെ സാധ്യതകൾ കൂടി കണ്ടുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സർവകലാശാലകളിൽ
ഇന്ത്യയിൽ അതിൻ്റെ റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട 3 സർവകലാശാലകൾ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ 3 സർവകലാശാലകൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ദേശീയാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 100 കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതാണ്ട് 30-35ഓളം വരുന്ന കോളേജുകൾ ഏറ്റവും മികവുറ്റ വിദ്യാഭ്യാസ സമ്പ്രദായം നൽകുന്നതിൽ നമ്മൾ കേരളം മുന്നിലാണ്. അങ്ങനെ ഒട്ടേറെ ദേശീയവും അന്തർദേശീയവുമായ അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ നേടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ജൈത്രയാത്ര തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ കേരളം ഇന്നലകൾ വരെ എല്ലാ മേഖലകളിലും കൈവരിച്ച നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ ഉറപ്പിച്ചു നിർത്തി നമുക്കൊരു പുതിയ കേരളം തീർക്കണം. അതാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആഗ്രഹിക്കുന്ന നവകേരളം. നമ്മളെല്ലാ കാര്യത്തിലും സഫീഷ്യൻ്റായ ഒരു കേരളം, മറ്റ് രാജ്യങ്ങളെയോ മറ്റ് സ്ഥാപനങ്ങളെയോ എല്ലാം ആശ്രയിക്കാതെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഐശ്വര്യസമ്പൂർണമായ ഒരു കേരളം, അങ്ങനൊരു നവകേരളത്തിൻ്റെ പാതയിലാണ്. കേരളം അതിൻ്റെ വികസനത്തിൻ്റെ ഘട്ടത്തിൽ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു 5ാം ഘട്ടത്തിലൂടെ കടക്കുകയാണ്. ആ 5ാം ഘട്ടം നവകേരള നിർമ്മിതിയുടെ പുതുവഴികൾ തേടിയുള്ള യാത്രയാണ്. ആ യാത്രയിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിവർത്തനങ്ങൾ വെളിച്ചം തീർക്കാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മുടെ കുട്ടികൾ പഠിച്ച് പുറത്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് തൊഴിലും അതുപോലെ ജീവനോപാധികൾക്കുള്ള സാധ്യതകൾ ഉണ്ടാകണം. ഇന്നലെ വരെ ഇവിടെ നടന്ന പ്രചരണം നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദമായ ഒന്നല്ല എന്നായിരുന്നു. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സൗഹാർദ്ദപൂർവമായ വ്യവസായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനും ഏകജാലകത്തിലൂടെ അനുമതി നൽകുന്നതിനും വളരെ പെട്ടെന്ന് വ്യവസായങ്ങളും സംരംഭങ്ങളും ആരംഭിക്കുന്നതിനുള്ള എല്ലാ നിയമങ്ങളും ഭേദഗതി ചെയ്തുകൊണ്ട് എല്ലാ നടപടികളും നാം ഉദാരമാക്കുകയുണ്ടായി. 2 വർഷങ്ങൾക്ക് മുമ്പ് 1 ലക്ഷത്തോളം വരുന്ന വ്യവസായ സംരംഭങ്ങൾ നാം ആരംഭിക്കണം എന്നാഗ്രഹിച്ചു. 1,50,000-ലധികം വരുന്ന സംരംഭങ്ങൾ, കോടിക്കണക്കിന് നിക്ഷേപങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾക്കുള്ള തൊഴിലവസരങ്ങൾ അതുവഴി നമ്മൾ നേടുകയുണ്ടായി. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി കേരളത്തിൻ്റെ ബഹുമാന്യനായ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി വളരെ ഉൾക്കാഴ്ചയോടുകൂടി സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക സംഗമം ഈ കൊച്ചിയിലാണ്, ഹയ്യാത്തിലാണ് നടന്നതെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. 24 വിദേശ രാജ്യങ്ങളിൽ നിന്നായി വന്നെത്തിയ പ്രതിനിധികൾ 1,24,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുകയുണ്ടായി. 350ഓളം വരുന്ന കരാറുകളിൽ കേരള ഗവൺമെൻറ്റുമായി ഏർപ്പെട്ടു. അന്ന് അവർ ഏർപ്പെട്ട കരാറിൻ്റെ ഭാഗമായി പല സ്ഥാപനങ്ങളും കേരളത്തിൽ ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി പഠിച്ചു പുറത്തു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ ആരോഗ്യരംഗത്തും എല്ലാ മേഖലകളിലും എല്ലാ പുതിയ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാൻ ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. ഇന്നലെയും ഇന്നും കൊച്ചിയിൽ നടന്ന അർബൻ കോൺക്ലേവ്, ആ കോൺക്ലേവിൽ 3000ഓളം പ്രതിനിധികളാണ് പങ്കെടുത്തത്. 300ഓളം വരുന്ന വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ അന്തരമില്ലാതെ ലോകത്ത് തന്നെ, ഇന്ത്യയിൽ തന്നെ വലിയ തോതിലുള്ള അർബനൈസേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ്. നാളത്തെ പ്രമുഖമായ പത്രങ്ങളിലെല്ലാം അത് തീർച്ചയായും നല്ലൊരു വാർത്തയായി. 300ഓളം വരുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നാം കൈക്കൊള്ളുകയും നമ്മൾ രൂപീകരിച്ച ഒരു നഗര കമ്മീഷനുണ്ട്. ആ നഗര കമ്മീഷന്റെ ഒരു നഗര നയം ആവിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വരും. ഈ വരുന്ന 18-19 തീയതികളിൽ കോവളത്ത് വെച്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ചുകൊണ്ടുള്ള മറ്റൊരു കോൺക്ലേവിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ കുഫോസ് സർവകലാശാലയെ ശക്തിപ്പെടുത്താനും നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങളും നൈപുണ്യവും സൃഷ്ടിക്കാനും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മേഖലകളിൽ പുതിയ സൃഷ്ടിപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും അതുപോലെ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗിക്കാനുള്ള ക്രൂയിസ് ടൂറിസം 500 കോടി യൂറോയുടെ നിക്ഷേപങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കോൺക്ലേവാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വരുന്ന ഒക്ടോബർ 10-11 തീയതികളിൽ തൃക്കാക്കരയിൽ നമ്മുടെ കൺവെൻഷൻ സെന്ററിൽ നമ്മുടെ തൊഴിൽ വകുപ്പിൻ്റെ കീഴിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് നമ്മുടെ തൊഴിൽ രംഗം മാറുകയാണ്. വ്യവസായങ്ങളുടെ പ്രത്യേകതകൾ, പുതിയ കാലത്തെ രീതികൾ, തൊഴിലാളികളുടെ ക്ഷേമം മാത്രമല്ല അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, മലിനീകരണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അഭിസംബോധന ചെയ്യാനുള്ള മറ്റൊരു കോൺക്ലേവ് വരികയാണ്.
ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇതേപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ നന്നായി ഉൾക്കാഴ്ചയോടുകൂടി ഭാവന സമ്പന്നതയോടെ ഗവൺമെൻറ് എല്ലാവരെയും ചേർത്ത് നിർത്തി ഇടപെടാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നിങ്ങൾക്കറിയാം, വരുന്ന നവംബർ 1 കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സുപ്രധാനമായ അധ്യായമായി മാറാൻ പോവുകയാണ്. നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം മിക്കവാറും 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത മനുഷ്യർ നമുക്കിടയിലുണ്ട്. അഭിമാന ബോധത്താൽ അവർ പുറത്തു വരില്ല, പറയില്ല. അവർ വിശപ്പിൻ്റെ പേരിൽ മരണപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും അറിയുന്നത്. അങ്ങനെയുള്ള ആളുകളെ നാം കണ്ടെത്തുകയുണ്ടായി. ഒരു സർവേയിലൂടെ 60,000 കുടുംബങ്ങൾ, 1.25 ലക്ഷത്തോളം വരുന്ന കുടുംബാംഗങ്ങൾ, ആ മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും, ഭൂമി ഉണ്ടെങ്കിൽ അവർക്ക് വീടില്ലെങ്കിൽ അങ്ങനെ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമിയും വീടും നൽകിക്കൊണ്ട് അവർക്കെല്ലാം സുരക്ഷിതമായ ഭവനങ്ങൾ ഈ ഗവൺമെൻറ് ഒരുക്കി. അവർക്ക് റേഷൻ കാർഡില്ല, പലർക്കും റേഷൻ കാർഡ്, ആരോഗ്യ കാർഡ്, തൊഴിലിൻ്റെ മേഖലയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പുനരധിവാസം ഉൾപ്പെടെ നമ്മൾ നൽകി. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്തൊരു നാടായി നമ്മുടെ കേരളം മാറാൻ പോവുകയാണ്. അപ്പം അതിലും കേരളം മുന്നിൽ വരികയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല അതിന് തുടക്കം കുറിച്ചത് നമ്മുടെ കേരളമാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഈ മേഖലയിൽ നടപ്പാക്കി വരികയാണ്. നമുക്ക് തീർച്ചയായും ഈ നന്മകൾ നിലനിർത്താൻ കഴിയണം. കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈപ്പിൻ മണ്ഡലത്തിലും അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന നിലയിൽ അത് അനുഭവവേദ്യമാകുന്ന ആളുകളാണ് എനിക്ക് മുമ്പിലിരിക്കുന്നത്. ഞാനതിൻ്റെ വിശദീകരണം നൽകി സമയം കളയുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ നാം നന്നായി ഇടപെടുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണ് വൈപ്പിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അതിൻ്റെ വികസനത്തിന് കൂടുതൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 10 കോടി രൂപ ആണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. 6 കോടി രൂപ അതിൻ്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാം കാലാവധി തീരുന്നതിന് മുമ്പ് അത് നടപ്പാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇളകുന്നപ്പുഴയിലും അതുപോലെ വൈപ്പിനിലുമുള്ള 2 പ്രധാനപ്പെട്ട നമ്മുടെ വിദ്യാലയങ്ങൾ 2 കോടിയിലധികം രൂപ അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് അനുവദിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ പ്രത്യേകിച്ച് ഞാറക്കൽ സ്കൂളിൽ 3.5 കോടി രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ തുക മാറ്റിവെച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ കടമക്കുടിയിലെ സ്കൂളിലും 2.5 കോടി രൂപ കിഫ്ബിയുടെ സഹായത്തോടു കൂടി നമ്മൾ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്ക് 10ാം തരത്തിലും അതുപോലെ 12ലും എല്ലാം പഠിച്ച് പുറത്തു വരുന്ന കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ എൻ്റെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി എല്ലാ വർഷവും കഴിഞ്ഞ പിന്നിട്ട 4 വർഷവും അവർക്ക് ആദരവ് നൽകുകയും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും നല്ല അറിവുള്ള ആളുകളുമായി സംവദിക്കാനും അവരുടെ പ്രഭാഷണങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ പരിപാടികളും അനുമോദന പരിപാടികളും നാം നടത്തി വരികയാണ്. എല്ലാ സ്കൂളുകളിലും നല്ല ലൈബ്രറികളും ആവശ്യമായ പുസ്തകങ്ങളും കഴിഞ്ഞ പിന്നിട്ട 3 വർഷക്കാലം നിയമസഭയുടെ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുകയുണ്ടായി. 2 പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളിൽ കൊച്ചി മുസ്ലിസ് ബിനാലയുടെ ചിത്രകാരന്മാരുടെ സഹായത്തോടു കൂടിയ ആർട്ട് റൂം നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി. നമ്മുടെ കുട്ടികൾ കളിച്ചു വളരുന്നതിന് വേണ്ടി 3 പ്രധാനപ്പെട്ട കളിസ്ഥലങ്ങൾ, പള്ളിപ്പുറത്തെ കച്ചേരി മൈതാനവും അതുപോലെ തന്നെ ഞാറക്കലെ ജയ്ഹിന്ദ് മൈതാനവും ഇളകുന്നപ്പുഴയിലെ മാലിപ്പുറം മൈതാനവും എല്ലാം ഏകദേശം 1.5 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് 3 മൈതാനങ്ങൾ 4-4.5 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ടുള്ള കളിസ്ഥലങ്ങൾ അത് പൂർണ്ണതയിലേക്ക് വരികയാണ്. നമ്മുടെ കുട്ടികളുടെ വിദ്യാലയങ്ങളിലെ കളിസ്ഥലങ്ങൾ മാത്രമല്ല, പുറത്തുള്ള കളിസ്ഥലങ്ങളെയും അവർക്ക് ആശ്രയിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇളമന്നപ്പുഴ സ്കൂളിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ആ കളിസ്ഥലം എൻ്റെ കൂടി സഹായത്തോടു കൂടി 75 ലക്ഷം രൂപ മുടക്കി ആ കളിസ്ഥലവും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ കുട്ടികളുടെ ഭാവി വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോരുന്നത്. നമ്മുടെ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇന്ന് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഏറ്റവും സെൻസിറ്റീവായ അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നായരമ്പലത്തിൻ്റെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ജനങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതിന് ശാശ്വതമായ പരിഹാരമാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ 22ഓളം വരുന്ന സ്ഥലങ്ങളിൽ ജിയോ സിന്തറ്റിക് ട്യൂബ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. ഇപ്പോൾ ഉപയോഗിക്കുന്ന മണൽ ചാക്കുകളല്ല, 300-400 ടൺ ഭാരമുള്ള മണൽ ചാക്കുകൾ, അത് തിരമാലകളുടെ ഷോക്കിന് അബ്സർവ് ചെയ്യാൻ കഴിയത്തക്ക തരത്തിൽ
8-9 മീറ്റർ ആഴത്തിൽ കടലിൻ്റെ ആഴങ്ങളിൽ അത് പതിച്ച് അതിനകത്ത് കടലിൽ നിന്ന് തന്നെയുള്ള മണൽ ഖനനം ചെയ്തുകൊണ്ട് അത് നിറച്ച് അവിടെ ഒരു മല തീർത്ത് അതിനെ പ്രതിരോധിക്കുന്ന ജിയോസിന്തറ്റിക് ട്യൂബ് നമ്മുടെ മണ്ഡലത്തിൽ 22 സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ച ആ പദ്ധതിക്ക് 100 കോടി രൂപയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി 2 മാസങ്ങൾക്ക് മുമ്പ് അനുവദിച്ചത്. ഞാറക്കൽ കടപ്പുറത്തും നായരമ്പലത്തും അതുപോലെ തന്നെ ചെറായി ബീച്ചിലുമാണ് നമ്മളത് നടത്താൻ പോകുന്നത്. ഇതിനു പുറമെ കടലാക്രമണത്തിന്റെ ഭീഷണി നേരിടുന്ന, അതുപോലെ വേലിയേറ്റത്തിന്റെ ഭീഷണി നേരിടുന്ന പാവപ്പെട്ട ഒരുപാട് മനുഷ്യർ, അവരുടെ എല്ലാം ദയനീയമായ മുഖങ്ങൾ എൻ്റെ മനസ്സിലൂടെ വരികയാണ്. അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി 50 കോടി രൂപയുടെ ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവർ പക്ഷേ സുരക്ഷിതമായ ഭവനങ്ങളിലേക്ക് പോകണമെങ്കിൽ പഞ്ചായത്തുകൾ സ്ഥലം ചൂണ്ടിക്കാണിക്കണം, അല്ലെങ്കിൽ റവന്യൂവിൻ്റെ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ആ സ്ഥലങ്ങൾ അവർക്ക് ഫ്ലാറ്റുകളോ പാർപ്പിട സമുച്ചയങ്ങളോ ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ മുൻകൈയിടും. അങ്ങനെ മാറി താമസിക്കാൻ തയ്യാറാകുമ്പോൾ അവർ ഇപ്പോൾ താമസിക്കുന്നത് സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യണം. അങ്ങനെ 50 കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മൾ വൈപ്പിൻ മണ്ഡലത്തിലെ പുനരധിവാസത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ മാറാൻ പ്രേരിപ്പിക്കപ്പെടണം. മാറാൻ സന്നദ്ധമാകുന്ന സഹോദരങ്ങൾക്ക് എൻ്റെ MLA ഓഫീസ് വഴി അവർക്ക് ഈ സഹായങ്ങൾ തേടാൻ കഴിയും. ഈ നിലയിൽ നമ്മുടെ തീരശോഷണത്തെ തടയാനും കടലാക്രമണത്തെ തടയാനും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നാം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പുറത്ത് എടവനക്കാട് പഞ്ചായത്തിൽ ടെട്രാപോഡ് ഇടുന്നതിന് വേണ്ടി 35 കോടി രൂപയാണ് ചെല്ലാന മാതൃകയിൽ ടെട്രാപോഡ് ഇടാൻ നമ്മൾ നൽകിയിട്ടുള്ളത്. കടലാക്രമണത്തെ തടയാൻ ഈ നടപടി നാം സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ മണ്ഡലത്തിൻ്റെ അനന്തമായ അസുസ്ഥിരമായ വികസനത്തിന് വഴിവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം മേഖല. ടൂറിസത്തിൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കടമക്കുടി കാഴ്ച എന്ന പേരിൽ ഇന്ന് ലോകത്തിൻ്റെ ഭൂപടത്തിൽ, ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇപ്പോൾ തന്നെ ഒരു സ്ഥാനം അടയാളപ്പെടുത്തിയ ആ പ്രദേശം, സ്വർഗത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന കടമക്കുടിയെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള പടിഞ്ഞാറൻ ഭാഗങ്ങളിലുള്ള ഞാറക്കലും അതുപോലെ നായരമ്പലം, എടവനക്കാട് ഉൾപ്പെടെയുള്ള നമ്മുടെ മനോഹരമായ കായലിൻ്റെ സൗന്ദര്യങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയത്തക്ക തരത്തിൽ അത് വികസിപ്പിക്കാൻ നാം ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ ഭാഗമായൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു 12-13 തീയതികളിൽ ബോൾഗാട്ടി പാലസിൽ നിന്ന് ആരംഭിച്ച കടമക്കുടി കാഴ്ചകൾ. അതിൻ്റെ ഭാഗമായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിമാരിൽ നിന്നും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ തിരശീല പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഞങ്ങൾ ഓരോരുത്തർ. ഇതിന് പുറമെ ഈ വരുന്ന 27-ാം തീയതി ഇന്റർനാഷണൽ ടൂറിസം ഡേ ആണ്. ആ ഡേ വളരെ പ്രധാനപ്പെട്ട സഞ്ചാരികളെ ആകർഷിക്കാനും നമ്മുടെ തന്നെ നാടിൻ്റെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ ഇന്നത്തെ തലമുറയ്ക്കുമെല്ലാം നമ്മുടെ നാട് കണ്ടു തീരാത്ത, കൊതി തീരാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ ഈ കായൽ സൗന്ദര്യമെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 27-ാം തീയതി ബോൾഗാട്ടി പാലസിൽ നടക്കുന്ന ലളിതമായ എന്നാൽ അതിമനോഹരമായിട്ടുള്ള കലാപരിപാടികളോടുകൂടിയ ചടങ്ങുകളോടുകൂടി ആ യാത്ര ആരംഭിക്കും. അതിൻ്റെ ഭാഗമായി തൊട്ടപ്പുറത്തുള്ള ഞാറക്കലിൻ്റെ വലിയവട്ടം എന്ന് പറയുന്ന പ്രദേശത്തെ 400ഓളം വരുന്ന ഏക്കർ അതിമനോഹരമായിട്ടുള്ള, എപ്പോഴും മന്ദമാരുതനാൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന അവിടെ ഒരു പുതിയ ടൂറിസ്റ്റ് കേന്ദ്രം ഉദയം ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഉടമകളുമായി സംസാരിച്ച് അന്നതൊരു ഡെസ്റ്റിനേഷനായി സ്വീകരിച്ചുകൊണ്ട് അത് വലിയവട്ടം പ്രദേശം വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കാൻ നാം തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ഇടങ്ങളും. മനോഹരമായ കണ്ടൽക്കാടുകൾ, തെങ്ങിൻ തോപ്പുകൾ, നമ്മുടെ മത്സ്യവിഭവങ്ങളുടെ രുചിഭേദങ്ങൾ, ഇതെല്ലാം അന്വേഷിച്ച് വരുന്ന ആളുകളോട് നമുക്ക് നന്നായി പെരുമാറാനും അവരെ നമുക്ക് സ്വീകരിക്കാനും എല്ലാം കഴിയണം. ഈ ഘട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെയുള്ള നമ്മുടെ NSS യൂണിറ്റ്, നേവൽ NSS യൂണിറ്റിനെയും അതുപോലെ തന്നെ കുട്ടികളുടെ പരിസ്ഥിതി ക്ലബിലെ അംഗങ്ങളടക്കമുള്ള 100 പേരെ ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ MLA എന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം നുകരാൻ അവരെ സൗജന്യ യാത്രയ്ക്ക് എറണാകുളം ബോൾഗാട്ടി പാലസിൽ നിന്നും ആരംഭിക്കുന്ന യാത്രയിൽ അവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധതയും ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഞാനിവിടെ നൽകിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും മറ്റും പറയുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട എൻ്റെ സംഭാഷണത്തിൽ വന്ന ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും വന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് സ്വായത്തമാക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ സ്കൂളുകളിലും ഈ ലൈബ്രറി എന്ന ആശയം കൊണ്ടുവന്നത്. പുസ്തകങ്ങൾ അടങ്ങുന്ന ലൈബ്രറി അത് കുറേ കഴിയുമ്പോൾ ചിന്തലായിരിക്കും. ഒരുപാട് പുസ്തകങ്ങൾ വെക്കുന്നതിന് ഒരുപാട് സ്ഥലം വേണം, അതിനുള്ള അലമാരകൾ വേണം. ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. വായന മരിക്കുന്നു എന്നുള്ള വിലാപത്തിനിടയിലും വായന മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുകയും എന്നാൽ വായന
ഈ വായനയിലേക്ക് മാറി എന്നുള്ള ഒരു മാറ്റം മാത്രമാണ് എന്നെപ്പോലുള്ള ആളുകൾ കാണുന്നത്. അപ്പോൾ കുട്ടികളെ ഈ ലൈബ്രറിയിലൂടെ, ഈ റീഡിങ്ങിലൂടെ അവർക്ക് ലോകത്തിൻ്റെ മുഴുവൻ അറിവുകളും അവർക്ക് സ്വാംശീകരിക്കാൻ കഴിയണം. അതിന് കഴിയത്തക്ക തരത്തിൽ 2000-ഓളം വരുന്ന പുസ്തകങ്ങൾ 8ാം തരം മുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് IAS-ഉം IPS-ഉം IRS-ഉം MBBS-ഉം എല്ലാം അതെടുക്കുന്നതിനും നല്ല ബാങ്ക് ഉദ്യോഗസ്ഥനാകുന്നതിനും സ്പോക്കൺ ഇംഗ്ലീഷിൽ വൈദഗ്ധ്യം നേടുന്നതിനും ഉൾപ്പെടെയുള്ള പരിശീലനം ലഭിക്കത്തക്ക തരത്തിലാണ് ഈ ലൈബ്രറി ക്രമീകരിച്ചിട്ടുള്ളത്. എൻ്റെ MLA ഫണ്ട് മാത്രമല്ല, എൻ്റെ അഭ്യർത്ഥന മാനിച്ച് BPCL-ന്റെ 2.5 കോടി രൂപയുടെ സഹായത്തോടു കൂടിയാണ് 20 ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലുമായി നമ്മളത് സ്ഥാപിക്കുന്നത്. അതിൻ്റെ 1ാം ഘട്ടം 1 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ 11 സ്കൂളുകളിൽ നടപ്പാക്കിയ 1ാം ഘട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്കൂളിൽ അത് നൽകിയിട്ടുള്ളത്. ഇതുവഴി അടുത്ത ഘട്ടം കൂടി ആകുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മണ്ഡലത്തിൽ ഈ 100% ഈ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ട ഒരു മണ്ഡലമുണ്ടെങ്കിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, അത് വൈപ്പിൻ മണ്ഡലമാണ്. വൈപ്പിൻ മണ്ഡലം മാത്രമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയോ മറ്റേതെങ്കിലും മന്ത്രിസഭയിലെ മന്ത്രിമാരുടെയോ മണ്ഡലത്തിൽ അങ്ങനെ 100% ഈ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ട ഒരു മണ്ഡലവുമില്ല. ആ ഖ്യാതി വൈപ്പിൻ മണ്ഡലത്തിന് തന്നെയാണ്. 4 ദിവസങ്ങൾക്ക് മുമ്പാണ് ബോംബെയിൽ ചേർന്ന BPCL-ന്റെ ഡയറക്ടർ ബോർഡ് യോഗം ബാക്കി 1.5 കോടി രൂപ നമുക്ക് വീണ്ടും അനുവദിക്കാൻ തീരുമാനമെടുത്തു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി വലിയൊരു ലക്ഷ്യമാണ് നമ്മൾ കൈവരിക്കുന്നത്. ഒരു ദീർഘകാല വീക്ഷണത്തോടു കൂടിയാണ്, ഭാവന സമ്പന്നതയോടുകൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പുതുലോകത്തിലേക്ക് നമ്മൾ നയിക്കുന്നത്. ഇതാണ് നവകേരളം. ആ നവകേരളത്തിൻ്റെ പുതുവഴികൾ തേടിയുള്ള ഈ യാത്രയിൽ സർക്കാർ നടപ്പാക്കുന്ന എല്ലാ ജനോപകാരപ്രദമായ നടപടികളുടെ പിന്നിലും നിങ്ങൾ അണിനിരത്തണം. ഈ നന്മകളെല്ലാം നമുക്ക് നിലനിർത്താൻ കഴിയണം. നമ്മളെ ഭിന്നിപ്പിക്കാൻ പലതരത്തിലുള്ള അപവാദങ്ങളും കള്ളപ്രചരണങ്ങളും ഉണ്ടാകാം. അതിനെയെല്ലാം തൃണവൽഗണിക്കാനും ഈ നന്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ജാതിക്കും മതാന്തതയ്ക്കും അതീതമായി മനുഷ്യരെന്ന നിലയിലുള്ള ഉദാത്തമായ മാനവികത ഉയർത്തിപ്പിടിക്കാനും ഈ മതനിരപേക്ഷ കേരളത്തിൻ്റെ എല്ലാ നന്മകളും കാത്തു സൂക്ഷിക്കാനുള്ള പരിശ്രമങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. നിങ്ങളോടൊപ്പമല്ല, നിങ്ങളുടെ മുന്നിലുണ്ടാകും. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ശതാബ്ദിയുടെ നിറവിൽ നമ്മുടെ ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ വിദ്യാലയത്തിന്, മഹത്തായ വിദ്യാലയത്തിന്, ഇതിനെ നന്മയിലേക്ക് നയിക്കുന്ന, ഉന്നതിയിലേക്ക് നയിക്കുന്ന നമ്മുടെ അധ്യാപക ശ്രേഷ്ഠർ, അവർക്കാവശ്യമായ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന PTA-യുടെ ഭാരവാഹികൾ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ കൊയറിൽ പങ്കെടുത്ത മിടുക്കന്മാരായ കലാകാരന്മാരും കലാകാരികളുമായിട്ടുള്ള അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആ പാട്ട് പാടിയ സുഹൃത്തും അതുപോലെ അത് ചിട്ടപ്പെടുത്തിയ സെബി നായനമ്പലം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു, അവരെ അഭിവാദ്യം ചെയ്യുന്നു. എൻ്റെ പ്രസംഗം അല്പം ദീർഘമായി പോയി എന്നറിയാം, തിരക്കുകൾക്കിടയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും വിദ്യാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന നിലയിലാണ് എൻ്റെ സംഭാഷണം നീണ്ടുപോയതെന്ന് എനിക്കറിയാം. അതിൽ ക്ഷമാപണം നടത്തി എന്നെ ശ്രമിച്ച എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. MLA-യുടെ വികസന ഫണ്ടിൽ നിന്നും, വിദ്യാഭ്യാസ വികസന ഫണ്ടിൽ നിന്നും ഹയർ സെക്കൻഡറിക്കായി അനുവദിച്ച 10 ലാപ്ടോപ്പുകളുടെ കൈമാറ്റമാണ് ഇപ്പോൾ ഇവിടെ നടക്കുക. നമ്മുടെ 5 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ വന്നിട്ട് ഈ ലാപ്ടോപ്പ് ഏറ്റുവാങ്ങുകയാണ് ബഹുമാനപ്പെട്ട MLA-യിൽ നിന്നും. എന്നും എപ്പോഴും നമ്മുടെ കരുതലായി വികസന സ്വപ്നങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് നമ്മുടെ ആദരണീയനായ MLA. ഒരു ജനക്കൂട്ടത്തെ പ്രചോദിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് അവരുടെ ചരിത്ര ദൗത്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുക വഴി ആ ഒരു വലിയ ദൗത്യം, ആ ഒരു വലിയ സമർപ്പണമാണ് അങ്ങ് നൽകിയത്. അങ്ങയുടെ സാന്നിധ്യത്തിന്, ഈ വലിയ വാക്കുകൾക്ക്, ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിയതിന് അങ്ങയുടെ സവിശേഷമായ കരുതലിന് വലിയൊരു നന്ദി ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ സമർപ്പിക്കുകയാണ്. നന്ദി സാർ. റിപ്പോർട്ട് അവതരണത്തിനായി ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീമതി മിനി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ വിദ്യാലയം എൻ്റെ അഭിമാനം എന്ന ആപ്തവാക്യത്തോടെ നാം സമാരംഭിച്ച
ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടന വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ആബാലവൃദ്ധം ജനങ്ങൾക്കും 1000 സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഈ ശതാബ്ദി റിപ്പോർട്ട് അവതരിപ്പിക്കട്ടെ. 1925 പ്രിലിമിനറി സ്കൂളായി ഓല കൊണ്ട് കെട്ടിമേഞ്ഞ ഷെഡിലാണ് നമ്മുടെ വിദ്യാലയം അതിൻ്റെ അധ്യയനം ആരംഭിക്കുന്നത്. ഉയർന്ന ചിന്തയും ദീർഘദർശികളായ പൂർവികരുടെ പുരോഗമന കാഴ്ചപ്പാടും ഈ വിദ്യാലയത്തെ സമൂഹത്തിൻ്റെ പൊതു സാംസ്കാരിക കേന്ദ്രമാക്കി ഉയർത്തി. ഒട്ടനവധി ബാലാരിഷ്ടതകളിലൂടെ കടന്നുപോയെങ്കിലും ദൃഢനിശ്ചയത്തോടെയുള്ള തീരുമാനങ്ങളും നിലപാടുകളും നമ്മുടെ വിദ്യാലയത്തെ പടിപടിയായി ഉയർത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന രൂപീകരണത്തിനു ശേഷം ഗ്രാൻഡ് സ്കൂളായിരുന്ന വിദ്യാലയം UP സ്കൂളായും 1964 ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു. 3000ഓളം കുട്ടികളെ കൊണ്ട് വസന്തം വിരിയിച്ച വിജ്ഞാന ഉദ്യാനമായി ഈ വിദ്യാലയം വളർന്നു. അതോടൊപ്പം പൂർവ്വ അധ്യാപകരുടെ നിസ്വാർത്ഥ സേവനവും ഈ വിദ്യാലയത്തെ വൈപ്പിൻകരയിലെ പ്രധാന പള്ളിക്കൂടമാക്കി മാറ്റി. 2014 ഹയർ സെക്കൻഡറി വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം മാറി. അക്കാദമിക കായിക മേഖലകളിൽ കൃത്യതയാർന്ന മുദ്രകൾ പതിപ്പിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. 2025 മെയ് 25-ാം തീയതി ചേർന്ന വിപുലമായ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ ശതാബ്ദി ആഘോഷം ഇവിടുത്തെ സമൂഹത്തിൻ്റെ വികാരമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 11 സബ് കമ്മിറ്റികളും ഉൾപ്പെടെ 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 30 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 11 സബ് കമ്മിറ്റികളും ഉൾപ്പെടെ 501 അംഗ സംഘാടക സമിതി നേരിട്ടും ഓൺലൈനായും യോഗങ്ങൾ ചേരുകയും ഓരോ കമ്മിറ്റിയും നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ നടപ്പിലാക്കി വരികയും ചെയ്യുന്നു. നായരമ്പലം ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലെ മുഴുവൻ വീടുകളിലും ശതാബ്ദി ആഘോഷങ്ങളുടെ സന്ദേശം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പുകളിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് ലഭിക്കുന്നത്. പൂർവ്വ അധ്യാപകർ പ്രായവും ആരോഗ്യവും മറന്ന് നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് നമുക്ക് ആവേശമാവുന്നു. ശതാബ്ദിയോടനുബന്ധിച്ച് വൈപ്പിൻകരയിലെ വിദ്യാലയങ്ങളെ ഉൾപ്പെടുത്തി വിവിധ അക്കാദമിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകർ ചേർന്ന് തയ്യാറാക്കിയ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടത്തിവരുന്നു. അതിലുപരിയായി ഓണോത്സവവും സെമിനാറുകളും കായികോത്സവങ്ങളും നാടകോത്സവവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധി സംഗമവും സൗഹൃദ സദസ്സുകളും ഉൾപ്പെടെ നടത്തി അടുത്ത മെയ് മാസത്തിൽ ഏകം ശതാബ്ദി എന്ന സമാപനോത്സവം കൊണ്ടാടുവാനുള്ള ആസൂത്രണങ്ങൾ നടന്നു വരുന്നു. 1 വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ ഉടനീളം സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരെ പരമാവധി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധ നൽകി വരുന്നു. സെപ്റ്റംബർ മാസത്തിൽ തറക്കല്ലിടുന്ന തരത്തിലാണ് കുട്ടിക്കൊരു വീട് പദ്ധതി നടപ്പിലാക്കുന്നത്. ഡിസംബർ ജനുവരിയോടെ പെയിന്റ് ആൻഡ് പാലിവേറ്റീവിനുള്ള വാഹനം നൽകാൻ കഴിയേണ്ടതുണ്ട്. ശതാബ്ദിയുടെ ഭാഗമായി സ്കൂളിൽ നടപ്പിലാക്കേണ്ട ഓഡിറ്റോറിയം, സ്റ്റേജ്, കായിക സ്റ്റേഡിയം എന്നിവ ഘട്ടം ഘട്ടമായി നടപ്പാക്കണം. സാമൂഹ്യ പ്രതിബദ്ധതയിൽ വൈപ്പിൻകരയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ സ്കൂൾ ഈ ശതാബ്ദി വർഷത്തിൽ സമൂഹത്തിലെ നിരാലംബരും ദുർബലരുമായവരെ ചേർത്ത് പിടിച്ച് അവർക്ക് തണലേകുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് സംഘാടക സമിതി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാലയത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഈ സമൂഹമാണ് സംഘാടക സമിതിയുടെ ശക്തി. നമ്മുടെ വിദ്യാലയം എൻ്റെ അഭിമാനമായി മാറിയപ്പോൾ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുമെന്നുറപ്പായി. അതിനാവശ്യമായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഈ റിപ്പോർട്ട് ഈ ഉദ്ഘാടന വേദിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും, റിപ്പോർട്ട് ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങളുടെ കാവലാൽ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ന ധന്യതയാണ്.
സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ എന്ന അക്കാദമിക ഔന്നത്യം, ഒപ്പം ഏതവസരത്തിലും നമുക്ക് സഹായം തേടാവുന്ന ഈ നാടിൻ്റെ സ്വകാര്യ അഹങ്കാരം അഭിമാനപൂർവ്വം ഹൃദയം കൊണ്ട് ചേർത്ത് വയ്ക്കുന്നു ഈ വിദ്യാലയത്തിൻ്റെ എക്കാലത്തെയും മികച്ച അഭിമാനം ശ്രീ ഷൈൻമോൻ സാറെ. ഒരു വിദ്യാലയത്തിൻ്റെ പഠന മികവിൻ്റെ ആധികാരിക രേഖ സ്കൂൾ അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്യാൻ ആദരപൂർവ്വം ഷൈൻമോൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഒപ്പം സാറിൽ നിന്ന് മാസ്റ്റർ പ്ലാൻ ഏറ്റുവാങ്ങുന്നതിനായി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ശ്രീഭദ്ര ടീച്ചറെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഷൈൻമോൻ സാർ നമ്മോടൊപ്പം സംവദിക്കുന്നു. ശതാബ്ദി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞ ഈ അവസരത്തിൽ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തുളസി സോമൻ, ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കരനായിട്ടുള്ള MLA SK ഉണ്ണികൃഷ്ണൻ, വേദിയിലുള്ള ഏറ്റവും വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ദീർഘമായിട്ടുള്ളൊരു സംഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. തന്നെയുമല്ല, ഒരു ഔദ്യോഗിക പരിവേഷത്തോടു കൂടിയിട്ട് ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് തികച്ചും ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷമുള്ളൊരു സമയത്ത് ഔദ്യോഗികമായിട്ടൊക്കെ സംസാരിക്കുന്നത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് എന്നെ സംബന്ധിച്ച്. തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുള്ളൊരു അനുഭവമാണ് എനിക്ക് ഉള്ളത്. ഒത്തിരി നല്ല ഓർമ്മകൾ, അതുപോലെ തന്നെ അധ്യാപകരുമായിട്ടുള്ള സൗഹൃദം, അതെല്ലാം വീണ്ടും വീണ്ടും ഈ സ്കൂളിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഔദ്യോഗിക രംഗത്ത് ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും എന്നാൽ കഴിയുന്ന തരത്തിലുള്ള സഹായം ഞാനെപ്പോഴും ചെയ്തു വരികയാണ്. 100 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടമല്ല. 100 വർഷത്തെ ലെഗസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 100 വർഷത്തിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങളുടെ ഒരു നിലവാരം കൂടിയാണ് കാണിക്കുന്നത്. 100 വർഷത്തെ പ്രയത്നങ്ങളാണ്. എത്രയോ ആളുകൾ, എത്രയോ അധ്യാപകർ ഇവിടെ അക്ഷീണം പ്രയത്നിച്ചതുകൊണ്ടാണ് ഈ സ്കൂൾ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ അതിൻ്റെ എല്ലാത്തരം ഗരിമയോടും ശോഭയോടും കൂടിയിട്ട് നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമായിട്ടുള്ള ഒരു ലൈബ്രറി പോലുള്ളൊരു സംവിധാനം ലഭ്യമായിട്ടുള്ള ഒരു സ്കൂളായി മാറുന്നതിലൂടെ 100 വർഷം പിന്നിടുന്ന സ്കൂള് സമകാലികമായിട്ടുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങളോട് വളരെയധികം നീതി പുലർത്തുന്ന ഒരു സ്കൂളായി മാറുന്നു എന്നുള്ളൊരു സവിശേഷത കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായും ആധുനിക കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ളൊരു വളർച്ചയാണ് ഈ സ്കൂളിനുണ്ടായിട്ടുള്ളത്. അതിനിപ്പം നേതൃത്വം നൽകുന്ന ആളുകൾക്കും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിന് ഞാൻ എൻ്റെ ഔദ്യോഗിക നിലയിൽ നിന്ന് തന്നെയുള്ള അഭിനന്ദനം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രിൻസിപ്പൾ, അതുപോലെ തന്നെ HM, ഏറ്റവും വളരെ കാര്യക്ഷമമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ്, മാനേജർ, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രവീന്ദ്രനാഥൻ മാസ്റ്റർ, അദ്ദേഹത്തെ ഇവിടെ വരുമ്പോഴൊക്കെ തന്നെ കണ്ട് സംസാരിച്ച് അത്രയും വലിയ ഒരു പാരമ്പര്യത്തിൻ്റെ തന്നെ റെപ്രസെൻറ്റേഷനാണ് ബഹുമാനപ്പെട്ട രവി സാറ്. അദ്ദേഹം ഇവിടുത്തെ അധ്യാപകൻ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക രംഗത്തെ, സാഹിത്യ രംഗത്തെ ഒക്കെ വളരെ നിതാന്തമായിട്ടുള്ളൊരു സാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വെളിച്ചം പകർന്നു നൽകുന്ന അദ്ദേഹത്തിൻ്റെ ആ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലൊക്കെ തന്നെ വെളിച്ചം എപ്പോഴും ഉണ്ട്. അതിപ്പോഴും നമുക്കൊക്കെ അനുഭവിക്കാൻ കഴിയുന്നു എന്ന് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ ഒരു വേദിയിൽ നിൽക്കാൻ എനിക്ക് അവസരം നൽകിയതും ഇവിടെ പഠിച്ചതുകൊണ്ടാണ്. ഇവിടെ പഠിച്ചിട്ടുള്ള എത്രയോ തലമുറകൾ, 100 തലമുറ തന്നെ ഇവിടെ നിന്ന് പഠിച്ച് പോയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിവിധ ഭാഗങ്ങളിൽ, സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എത്രയോ ആളുകൾ ഇവിടെ നിന്ന് പഠിച്ച് പോയിരിക്കുന്നു. ശതാബ്ദി സമയത്ത് ഈ സ്കൂള് ഈ സമൂഹത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും ഈ സമൂഹത്തിൻ്റെ ഒരു സാമൂഹ്യവൽക്കരണ പ്രക്രിയ ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കും ആളുകൾക്കും ഒക്കെ വന്നിട്ടുള്ളത് ഈ ഒരു സ്കൂളിൻ്റെ
നിലനിൽപ്പിനെ കേന്ദ്രീകരിച്ചിട്ടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എല്ലാവരും ഈ ഒരു സ്കൂളും ഈ ക്ഷേത്രവും ഒക്കെ കേന്ദ്രീകരിച്ചാണ് അവരവരുടെ ജീവിതം, ഈ പ്രദേശത്തിൻ്റെ മൊത്തം ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം വീട്ടിലുള്ള ഒരു ആഘോഷത്തെക്കാളും ഒരു ഓണാഘോഷത്തെക്കാളും ഒരുപക്ഷെ ഇവിടുത്തെ ഉത്സവവും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ മനസ്സിൽ വളരെയധികം പ്രാധാന്യത്തോടെ കൊണ്ടു നടക്കുന്നൊരു ഒരു ജനസമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അവിടെ തന്നെ മതത്തിൻ്റെയോ ജാതിയുടെയോ ഉച്ചനീചത്വങ്ങളുടെയോ ഒന്നും തന്നെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ഈ വിദ്യാലയ തിരുമുറ്റത്ത് ഒത്തുകൂടുന്നു എന്നുള്ളത് തന്നെ വലിയൊരു മാതൃകയാണ് കേരളത്തിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഒത്തിരി സാംസ്കാരിക സാമൂഹിക സവിശേഷതകളുള്ള നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിദ്യാലയമായിട്ട് ഇത് വളർന്നു വന്നിരിക്കുന്നു. അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ പുരോഗതി കൂടി നമ്മൾ പരിശോധിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ സ്കൂള് സമൂഹത്തിന് നൽകിയതും ഈ സമൂഹത്തിൽ സ്കൂളിന് വേണ്ടി നിൽക്കുന്നതുമായിട്ടുള്ള വളരെ വൺ ടു വൺ ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലുമൊക്കെ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു മാതൃകയാണ് ഈ സ്കൂള് നൽകുന്നത്. കൂടുതലൊന്നും പറയാനില്ല. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂള് തീരുമാനിച്ചിട്ടുണ്ട്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിൽ വീട് വെച്ചു കൊടുക്കുക, അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ മേഖലയിൽ ചില കാര്യങ്ങൾ ചെയ്യുക, കുട്ടികളുടെ കലാ കായിക വാസനകളെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക, അക്കാദമിക നിലവാരം അത് മെച്ചപ്പെടുത്തുന്നതിനും കുറേ കൂടി ക്രിയാത്മകമായ തലത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അക്കാദമിക മാസ്റ്റർ പ്ലാൻ ഇവിടെ റിലീസ് ചെയ്യുക. അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ളൊരു കാൽവെപ്പ് ഈ സ്കൂള് അത് ഏറ്റെടുത്തത് നടത്തിയിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കൂടിയിരിക്കുന്നവരും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഒരു ഒരു സന്ദേശ സംവിധാനം, ഒരു മെസ്സേജ് എല്ലായിടത്തും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കമ്മിറ്റിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഈ ആഘോഷത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ശ്രമിച്ചിട്ടുണ്ട്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ, രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകൾ, കലാരംഗത്തുള്ള ആളുകൾ, സിനിമാ മേഖലയിലുള്ളവർ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ളവർ, ഭരണരംഗത്തുള്ളവരൊക്കെ തന്നെ ഈ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ആശംസാ സന്ദേശങ്ങൾ അയച്ചിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. നല്ല രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഗുണഫലം ഈ സ്കൂളിനുണ്ടാവട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിന് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സാറിൻ്റെ സജീവ സാന്നിധ്യത്തിന് തെളിച്ചമുള്ള വാക്കുകൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ വിദ്യാലയത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതൊരു അനുഭവ സാക്ഷ്യം കൂടിയാണ്. അടുത്തതായി ശതാബ്ദി ആഘോഷ വേളയിൽ ഏറെ ഹൃദ്യമായ മറ്റൊരു ഉണർച്ച നമ്മുടെ നായരമ്പലം ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ മികച്ച കാർഷിക ക്ലബ്ബായി നമ്മുടെ വിദ്യാലയത്തിലെ കൃഷിയിടത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു അഭിമാനകരമായ നേട്ടമാണ്. പഠനത്തോടൊപ്പം നമ്മുടെ മണ്ണിനെയും ജൈവികതയെയും അറിഞ്ഞു വളരുന്ന നമ്മുടെ കുട്ടികൾ കൃഷിയിടമൊരുക്കുന്നതിനും കാർഷിക പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകമായ നിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ട് സാരഥ്യം നിർവഹിച്ച നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം ശ്രീ ടി.ആർ. അനൂപ് സാറിനെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഈ കാർഷിക ക്ലബിലെ അംഗങ്ങളെ പ്രത്യേകമായി അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുക. ആദരം നൽകുന്നതിനായി നമ്മുടെ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ അഗസ്റ്റിൻ മണ്ടോത്ത് സാറിനെയും ആദരം ഏറ്റുവാങ്ങുന്നതിനായി കാർഷിക ക്ലബ് അംഗങ്ങളെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാർഷിക ക്ലബ് അംഗങ്ങളെയും സാദരം ക്ഷണിക്കുന്നു. ചടങ്ങാശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ ജോബി സർ പൂർണ്ണമാവ് സംവദിക്കുന്നു. ഫോട്ടോയും വീഡിയോ എടുക്കുന്നു കേട്ടോ, കണ്ടെടുത്തുണ്ട്. പ്രസിഡന്റ് ജില്ലാ വിപിൻ കമ്മ്യൂണിക്കേഷൻ, ഇഷ്ടവ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു സ്കൂൾ 100 വർഷം കഴിയുന്നതാണ്. അതിലെനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിന് ഞാൻ നായരമ്പലം ഗ്രാമപഞ്ചായത്ത് അംഗമായതാണ്. വളരെ അഭിമാനത്തോടെ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചോളം, ഈ നായരമ്പലത്തുകാരെ സംബന്ധിച്ചോളം വളരെ സന്തോഷത്തെ ദിവസമാണ്. ഒരു
നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, നായരമ്പലത്ത് ഗ്രാമപഞ്ചായത്തിന് കൊടുങ്ങാശ് വഴി ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിങ്ങൾക്കറിയാം പഞ്ചായത്ത് വക സ്ഥലമാണ്. അതൊരു സ്വപ്നമായിരുന്നു. അതിന്ന് പൂവണിഞ്ഞ ദിവസമാണ് ഇന്നൊക്കെ തറക്കല്ലിട്ടു. ഏതാണ്ട് 2 കോടി രൂപ ആണ് പഞ്ചായത്ത് അതിൽ. പക്ഷേ ഇപ്പം പദ്ധതി വെച്ചിരിക്കുന്നത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം 1 കോടി രൂപ തനത് ഫണ്ട് വെച്ച്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ നായരമ്പലം പഞ്ചായത്തിലെ 16 അംഗ സമിതി ഒരു വലിയ അഭിമാന നേട്ടം തന്നെയാണ്. കാരണം ചെറിയാനരികുളം നമ്മൾക്ക് മേടിച്ചു തന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ വകയായി മാറിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്ത് സെക്രട്ടറി പേരിൽ അത് കരമടച്ച് നമ്മുടെ സ്വന്തമാക്കിയത്. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഇന്ന് 2 ദിവസം ഞങ്ങൾക്ക് ശതാബ്ദി ആഘോഷിക്കുന്ന ഈ ദിവസവും ഞങ്ങളെ ഭരണസമിതിയെ സംബന്ധിച്ചോളം ഒരു വലിയ നേട്ടത്തിൻ്റെ ദിവസമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു നമുക്ക് പാലിയേറ്റീവ് വണ്ടി. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അടിയന്തരമായിട്ട് പഞ്ചായത്തിലേക്ക് ഒരു ലെറ്റർ തന്നെ, ഇതിൻ്റെ ഡ്രൈവർ പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് പഞ്ചായത്ത് ഏറ്റെടുക്കണം. ഒരു ലെറ്റർ തന്നാൽ അടുത്ത ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് അത് അംഗീകരിച്ച് തന്നാൽ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ 16 വാർഡിലും ഇവിടുത്തെ സ്റ്റാഫ് ടീച്ചർമാർ ഇറങ്ങി ഓരോ വീടുകളിലും നോട്ടീസ് കൊടുത്തു. ഞാൻ ഒരു നാട് തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പക്ഷെ എത്തിച്ചിരുന്നു. പക്ഷേ എന്തോ പൊതുസമ്മേളനം ഇതുപോലെ നീണ്ടുപോകാൻ നമുക്കറിയാം, പ്രസംഗങ്ങളൊക്കെ പഴയ കേൾക്കാനൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥയാണ്. അതായിരിക്കാം ഇപ്പോൾ നമുക്ക് മൊത്തം നോക്കിയ കാര്യമാണ്. പക്ഷേ ഇത് നാടിൻ്റെ ആവശ്യമാണ്. നാടിൻ്റെ ഒരു പ്രധാന, നമുക്കറിയാലോ, വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ ആ വിദ്യ തന്നൊരു സ്ഥാപനം 100 വർഷം തികയാണ്. അതിനൊപ്പം നമ്മൾ നിന്നില്ലെങ്കിൽ പിന്നെ ആര് നിൽക്കും? ഈ നാട്ടിലെ ജനങ്ങളൊപ്പം, ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നിച്ച ഒരു മനസ്സോടെ നിന്ന് അവർ ഓരോ വീടുകളിലും കയറി ഇറങ്ങിയപ്പോൾ പലരും അവരുടേതായ രീതിയിലുള്ള ചെറിയ ചെറിയ സംഭാവനകളൊക്കെ ഇതിന് കൊടുക്കും. വലിയ സംഭാവന ഒന്നും കിട്ടിയിട്ടുണ്ടാകുന്നതിന് സാധ്യതയില്ല. നമ്മുടെ ഈ നാടിൻ്റെ പ്രത്യേകത അങ്ങനെ എല്ലാവരും സാധാരണക്കാരാണ്. പക്ഷേ ശാസ്ത്രത്തിന് പ്രത്യേക ഒരു തീരുമാനമുണ്ട്, ഒരു നന്മയുണ്ട്. ഒരു വീടില്ലാത്ത ഒരു കുട്ടിക്ക് അത് ഒരെണ്ണമല്ല കൂടുതൽ വേണം എന്ന് ആശയം നമ്മുടെ മാനേജർ പറഞ്ഞു. ആ ആശയം മുന്നോട്ട് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്താനുള്ള പ്രയത്നം ഈ നായരമ്പലത്തിലും ജനങ്ങൾ ഒന്നിച്ച് ഒരു മനസ്സോടെ നിങ്ങളൊപ്പം ഉണ്ടാവും. അതിനോടൊപ്പം ഈ ഗ്രാമപഞ്ചായത്തും നിങ്ങളൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ശതാബ്ദി ആഘോഷത്തിന് നായരമ്പലം പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ജോബി സർ. കലാ സാംസ്കാരിക മേഖലയിൽ വെളിച്ചമായ ഒട്ടേറെ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ സുഹൃത്ത്. അത്തരമൊരു പ്രതിഭയെ ഹൃദയം കൊണ്ട് ആദരിക്കുകയാണ് ഈ ഉദ്ഘാടന വേദിയിൽ. 2007 ശ്രീ VK ശ്രീരാമന്റെ വേറിട്ട കാഴ്ചകളിൽ സഹസംവിധായകനായി തുടക്കം. 2009 ബീഹാറിലെ സുന്ദർപൂരിൽ കുഷ്ഠരോഗികളെ പുനരധിവസിപ്പിച്ച ബ്രദർ ക്രിസ്തുദാസിനെ കുറിച്ച് ആദ്യ ഡോക്യുമെന്ററി. പ്രശസ്ത ഗായകൻ ശ്രീ തോപ്പിലാൻഡോ, നടന സാമ്രാട്ട് അശോകരാജ്, ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ തിരുവാതിര കലാകാരി ശ്രീമതി മാലതി ജി മേനോനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി, അധ്യാപന രംഗത്തെ അപൂർവത, തൃശ്ശൂരിലെ നളിനി ടീച്ചർ തുടങ്ങിയവരെ കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ, കൊച്ചിയുടെ സംഗീത ചരിത്രവുമായി വേവ്സ് ഓഫ് മ്യൂസിക് എന്ന ഡോക്യുമെന്ററി, നിരവധി ഷോർട്ട് ഫിലിമുകൾ, ആൽബങ്ങൾ. IDSSFKയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഏക മലയാള ഡോക്യുമെന്ററി തീപിടിച്ച കാലം ഉൾപ്പെടെ ഒട്ടേറെ ശ്രദ്ധേയമായ സംഭാവനകൾ നിർവഹിച്ച ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീ PS രാജീവ് അവരുടെ വിദ്യാലയത്തിന്റെ ആദരം അർപ്പിക്കുന്നു. ആദരം അർപ്പിക്കുന്നതിനായി നമുക്ക് ആദരം സമർപ്പിക്കുന്നത് നമ്മുടെ ഈ നാടിന്റെ തന്നെ
സാംസ്കാരിക ചിത്രത്തിലെ ഏറ്റവും തിളക്കമേറിയ നക്ഷത്രം ശ്രീ BS രവീന്ദ്രനാഥ് അവറുകളാണ്. ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ PS രാജീവ് അവറുകളെയും സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. പൊന്നാട അണിയിച്ചുകൊണ്ട് മൊമെന്റോ സമ്മാനിച്ചുകൊണ്ടുമാണ് ഈ വിദ്യാലയത്തിന്റെ ആദരം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത്. ഒരു മികച്ച കയ്യടി. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വൈകി പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സിനിമ എന്നത് എൻ്റെ ഒരു മോഹം ആയിരുന്നില്ല. ഒരു സിനിമ എൻ്റെ പരിഗണന വിഷയവും ആയിരുന്നില്ല. അന്നത്തെ കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സിനിമ എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും എത്താൻ പറ്റാത്തൊരു മേഖല എന്ന രീതിയിൽ നിന്നിരുന്നൊരു ഒരു സംഗതിയാണ്. അപ്പം അത് സിനിമ നമുക്ക് കാണാനുള്ളതാണ്, നമുക്കൊന്നും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനോ ഒന്നും കഴിയില്ല എന്ന ഒരു ധാരണയാണ് പൊതുവിലുണ്ടായിരുന്നത്. അതുകൂടാതെ അന്നത്തെ കാലത്ത് ഹീറോസ് എന്ന് പറയുന്നത് പലപ്പോഴും സിനിമാക്കാരേക്കാൾ എഴുത്തുകാരായിരുന്നു. മറ്റേ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ MT OV വിജയൻ, മുകുന്ദൻ, കാക്കനാടൻ, അങ്ങനത്തെ എഴുത്തുകാരായിരുന്നു അന്നത്തെ ചെറുപ്പക്കാരുടെ ഹീറോസ്. മുകുന്ദനെ പോലെ ഒരു എഴുത്തുകാരനാകണമെന്നായിരുന്നു അക്കാലത്ത് ഒക്കെ ഞാനൊക്കെ ആഗ്രഹിച്ചത്. പിന്നീട് ജീവിതത്തിൻ്റെ പല പ്രശ്ന സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും ഒരു പ്രത്യേക സന്ദിഗ്ധ ഘട്ടത്തിൽ നമ്മളിങ്ങനെ എത്തപ്പെടുകയും ഒരു ചുറ്റും ഇരുട്ടും പരന്ന ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാനൊരു വഴിയുമില്ലാതെ നിൽക്കുന്ന എല്ലാവരെയും അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടാവും ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ എത്തിപ്പെടുകയും. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനൊരു വഴി വരുന്നതും ഈ വിഷ്വൽ മീഡിയ എന്ന രംഗത്തേക്ക് വരുന്നത്. പക്ഷെ ഇന്ന് അത് ഞാനിപ്പോൾ 18 വർഷമായി രംഗത്ത് ഉണ്ട്. ഇന്നത് എൻ്റെ ഒരു പാഷനാണ്. ഒട്ടേറെ 350ഓളം എപ്പിസോഡുകൾ ചെയ്തു, വിവിധ ചാനലുകളായി 12ഓളം ലോങ് ഡോക്യുമെൻ്ററികൾ ചെയ്തു, നിരവധി ഷോർട്ട് ഫിലിംസും ആൽബംസും ഒക്കെ ചെയ്തു. ഒട്ടേറെ പലതരത്തിലുള്ള പുരസ്കാരങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. എന്തായാലും ഈ ഒരു കാര്യം വളരെ ചെറിയ സന്തോഷമുള്ള വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ നായരമ്പലത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർ, നമുക്കറിയുന്ന എല്ലാ സുഹൃത്തുക്കളാണ് ഇവിടെ ഇരിക്കുന്നവർ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്നു തമ്മിലൊരു വ്യത്യാസമൊന്നുമില്ല. ഞാൻ പലപ്പോഴും അവിടെ ഇരിക്കുന്ന ആളാണ്. ആരും അറിയാതെ ഒരു പരിപാടിയിൽ വന്ന് അത് പങ്കെടുത്ത് അവസാനത്തെ ബസ്സിൽ കയറി പോകുന്ന ഒരാളാണ്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്തായാലും നമ്മളിവിടെ വന്നു, സ്കൂളിൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളിൽ പങ്കെടുത്തു. വളരെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇതൊരു വികാരമാണ്. സ്കൂളെന്ന് പറയുന്നതും ഈ അമ്പലവിളി എന്ന് പറയുന്നതും ഈ ഇവിടുത്തെ ആലും പനയും ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ആളുകളുടെ ഒരു വികാരമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ജിൻ ഒരു കുറിപ്പിട്ടു. അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, പോയോന്നറിയില്ല. അദ്ദേഹം ഒരു കുറിപ്പിട്ടു, വളരെ വൈകാരികമായ ഒരു കുറിപ്പാണ്. അതുപോലെ ആണ് അത് പുള്ളി കുറിപ്പിട്ടെങ്കിലും അതുപോലെ ചിന്തിക്കുന്നവരാണ്. ഇപ്പം ഞാൻ പലരും കാണുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളൊക്കെ എന്തെന്ന് വെച്ചാൽ വീട്ടിൽ പോകുന്നത് ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനുമാണ്. ജീവിതത്തിൻ്റെ ഏതാണ്ട് വലിയൊരു സമയവും ചെലവഴിക്കുന്നത് ഈ സ്കൂൾ പരിസരത്തും ഈ അമ്പലവെളിയിലും ഈ പ്രദേശങ്ങളിലുമാണ്.
അപ്പം അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് നമുക്കിങ്ങനെ ഒരു ആദരം എന്തെങ്കിലും ഒരു 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 ഇത് കിട്ടുന്നത് ഒരു വലിയ കാര്യമാണ്. അതിൻ്റെ വലിപ്പമോ ചെറുപ്പമോ ഒന്നുമല്ല. നമ്മളിപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഞാനിവിടെ വരുമായിരുന്നു, ഇവിടെ നിൽക്കുമായിരുന്നു, ആൾക്കൂട്ടത്തിൽ ഒരാളായി നിൽക്കുമായിരുന്നു, തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു വളരെ സ്വച്ഛസുന്ദരമായി ഇങ്ങനെ ഒഴുകുന്ന ഒരു നദി പോലെ ഒരു പ്രവാഹം പോലെ ഒന്നുമല്ല. ജീവിതം എന്ന് പറയുന്നത് ഒത്തിരി സങ്കീർണമായ ഒത്തിരി പ്രതിബന്ധങ്ങളിലൂടെ, സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് മനുഷ്യന് കടന്നു പോകുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും ഇവിടെയൊക്കെ നമ്മൾ രാത്രിയൊക്കെ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയും ഈ അമ്പലവെളിയിൽ ഒന്ന് കിടക്കുകയും ഒന്ന് ആകാശം നോക്കി മലർന്നു കിടക്കുകയും ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കപ്പെടുകയും പല പ്രശ്നങ്ങളും ഇല്ലാതാകുകയും നമുക്കുള്ളിലേക്ക് ഒരു സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിൻ്റെ ഒക്കെ എന്തോ ഒരു പുതപ്പ് വന്ന് വീഴുകയും ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇവിടെ വന്ന് നമ്മളിവിടെ ബസ് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള എല്ലാ ടെൻഷൻസും ഒരു ഭാഗത്തേക്ക് മാറുകയും ഒരു സമാധാനത്തിൻ്റെ എന്തോ ഒരു ഒരു വല്ലാത്തൊരു ഫീല് വരികയും ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രീ ആനന്ദനെ പോലത്തെ ആൾക്കാർ, അവരൊക്കെ ഒരു അത്ഭുതമാണ്. 75 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം ആദ്യത്തെ വിദ്യാർത്ഥി. അദ്ദേഹമൊക്കെ ഇതൊരു വികാരമാണ്, ഒരു ആവേശമാണ്. സ്കൂളെന്ന് പറയുന്നതും അമ്പലം എന്ന് പറയുന്നതും ഉത്സവം എന്ന് പറയുന്നതും ഒരു ആവേശമായി വരുന്ന അതുപോലെ നിരവധി ആൾക്കാരുണ്ട്. എന്തായാലും ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ, പ്രത്യേകിച്ചും രവി സാറിൽ നിന്ന് ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിയത് അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ ആണ്, അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. എൻ്റെ അച്ഛനൊരു കലാകാരനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ്. നായരമ്പലത്തിന് രവി സാറിൽ നിന്നും വേർപെടുത്തിയ ഒരു അസ്തിത്വമോ ഒരു ഐഡൻറ്റിറ്റി ഇല്ല എന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും വാങ്ങി എന്നത് വലിയ സന്തോഷം. എല്ലാവർക്കും എല്ലാറ്റിനും നന്ദി. ജനപ്രതിനിധികൾക്ക്, ഈ കരയോഗം പ്രസിഡന്റിന്, കരയോഗം ഭാരവാഹികൾക്ക്, ഇതിൻ്റെ ഇവിടുത്തെ അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും മനസ്സ് നിറഞ്ഞ നന്ദി. നന്ദി രാജീവ് സാർ, അങ്ങയുടെ വികാരഭരിതമായ വാക്കുകൾക്ക്. BVHSന്റെ ഏറ്റവും വലിയ പെരുമ കായിക മേഖലയിലെ വിദ്യാലയത്തിൻ്റെ തലപ്പൊക്കമാണ്. വിദ്യാലയത്തിൻ്റെ ചരിത്രത്തോടൊപ്പം തന്നെ പഴക്കവും പെരുമയുമുള്ളതാണ് വിദ്യാലയത്തിൽ ഏറ്റവും സജീവമായി നിലനിന്ന് പോകുന്ന പെൺകുട്ടികൾക്കായുള്ള വോളിബോൾ പരിശീലന കേന്ദ്രം. വോളിബോൾ മികവ് കൊണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ ഉൾപ്പെടെ മികച്ച ഉദ്യോഗം നേടി ജീവിതം കരുപിടിപ്പിച്ചവർ നൂറുകണക്കിനാണ്. ലാഭേച്ഛ ഏതുമില്ലാതെ നിസ്വാർത്ഥ സേവന മികവ് കൊണ്ട് ഈ വിദ്യാലയത്തിലെ ഉൾപ്പെടെ അനേകം വിദ്യാർത്ഥികൾക്ക് തെളിച്ചം നൽകിയ അഭിവന്ദ്യ ഗുരു ശ്രീ രാഘവൻ മാസ്റ്റർക്ക് ഈ ഉദ്ഘാടന വേളയിൽ ആദരമർപ്പിക്കുകയാണ്. അദ്ദേഹം അനാരോഗ്യം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വത്സല ശിഷ്യയും പ്രശസ്ത ദേശീയ താരം കൂടിയായ എൻ്റെ ശിഷ്യ കൂടിയായ ശ്രീമതി രാധിക രാജീവിനെ ശ്രീ രാഘവൻ മാസ്റ്റർക്കായുള്ള ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ആദരം രാഘവൻ മാഷിന് വേണ്ടി സമർപ്പിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ PK രാജീവ് സാറാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി രാധിക. വിദ്യാലയത്തിലെ കായിക പെരുമ BVHSലെ സ്പോർട്സ് അക്കാദമിയിലെ അംഗങ്ങൾക്കായുള്ള ആദരം കൂടി ഈ വേദിയിൽ സമർപ്പിക്കുകയാണ്. വിദ്യാലയത്തിലെ സ്പോർട്സ് അക്കാദമിയുടെ മുഴുവൻ ഭാരവാഹികളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദരം സമർപ്പിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ PK രാജീവ് സർ. സ്പോർട്സ് അക്കാദമിയിലെ മുഴുവൻ ഭാരവാഹികളെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സാദിഖ് സാർ
നമ്മുടെ സ്പോർട്സ് അക്കാദമിയുടെ നെടുന്തൂൺ പ്രിയപ്പെട്ട സാദിഖ് സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാദിഖ് സാർ ക്ഷണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നിരുന്നാലും സാദിഖ് സാർ ഇല്ലാതെ നമുക്ക് എന്ത് ആഘോഷമാണുള്ളത്? ഒരു നല്ല കൈയടി സാദിഖ് സാറിനും ഈ സ്പോർട്സ് അക്കാദമിയിലെ അദ്ദേഹത്തിന്റെ മുഴുവൻ ശിഷ്യഗണങ്ങൾക്കും. ചടങ്ങിന് ആദരം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു നമ്മുടെ സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ PK രാജീവ് സാർ. പ്രിയമുള്ളവരെ, ഈ വൈകിയ വേളയിൽ ദീർഘമായൊരു പ്രഭാഷണത്തിന് പ്രസക്തിയില്ല. 2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഇന്ന് അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം കുറിക്കുന്ന ഈ വേളയിൽ തുടർന്നുള്ള ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾക്കും പദ്ധതികൾക്കും ഒരു കൂട്ടായ പ്രവർത്തനം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. വളരെയധികം പരിപാടികളും പദ്ധതികളുമാണ് നമ്മൾ വിഭാവന ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ 100 വർഷം പഠിച്ച നിരവധിയായിട്ടുള്ള തലമുറകൾക്ക് മാതൃകയാവുന്ന രീതിയിൽ ഈ വിദ്യാലയം എക്കാലത്തും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു ശതാബ്ദി ആഘോഷമായി ഇത് മാറ്റണമെങ്കിൽ നമ്മൾ വിഭാവനം ചെയ്ത മുഴുവൻ കാര്യങ്ങളും സമയബന്ധിതമായി നമുക്ക് നടപ്പിലാക്കി തീർക്കേണ്ടതായിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ സഹായ സഹകരണങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. നമുക്ക് ഈ നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റേജും അതോടൊപ്പം തന്നെ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ രാവിലെ തന്നെ ഇവിടെ ഈ അമ്പലവിളിയിൽ നിന്ന് പലപ്പോഴും വെയിൽ കൊള്ളുന്ന ഒരു അവസ്ഥയുണ്ട്. PT നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ അതിന് അനുയോജ്യമായ രീതിയിൽ അകത്ത് നമുക്ക് ഇവർക്കെല്ലാവർക്കും നിന്ന് പരിപാടികൾ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉൾപ്പെടെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഭാവി തലമുറക്ക് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണത്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിന് വളരെ പ്രാധാന്യം കൊണ്ട് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ അടുത്ത മാസങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്ന മുഴുവനായിട്ടുള്ള പരിപാടികളിൽ നിങ്ങളുടെ മുഴുവൻ സഹായ സഹകരണങ്ങളോടുകൂടി നമ്മൾ അക്കാഡമിക് പ്ലാൻ ഉൾപ്പെടെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അത് പരിപൂർണമായി നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. ആ നിലയിൽ PTAയുടെ മുഴുവൻ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മാത്രം ചുരുക്കി സൂചിപ്പിച്ചുകൊണ്ട് ഈ ശതാബ്ദി ആഘോഷത്തിന് PTA കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു നമ്മുടെ മുൻവിധികളോ അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണങ്ങളോ ഒന്നും വേണ്ടാത്ത നമ്മുടെ പ്രിയപ്പെട്ട രവി സാർ. വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, സ്കൂളിൻ്റെ മാനേജർ, ഹെഡ് മിസ്സസ്, എന്നെ കേൾക്കുന്ന നായരമ്പലം നിവാസികളെ, ഇതിനു മുമ്പ് ഈ വേദിയിൽ ഞാൻ സംസാരിച്ചതാണ്. ഒരു മഹാക്ഷേത്രത്തിന് സമീപം നിലകൊള്ളുന്ന ഈ സരസ്വതി ക്ഷേത്രം 100 വയസ്സ് പിന്നിടുമ്പോൾ പിന്നിട്ട് പോകുന്ന കാലഘട്ടങ്ങളിലെ അവസ്ഥാന്തരങ്ങൾ പലരും വിശദീകരിച്ചു. നമ്മുടെ മനസ്സിൽ ഒരു വിദ്യാലയം ഒരു നാടിന് നൽകിയ പ്രഭാപൂരം, വെളിച്ചം, അത് എത്രത്തോളം ഈ നാടിന് പ്രയോജനപ്പെട്ടു എന്ന് വിലയിരുത്തുമ്പോഴാണ് ഈ വിദ്യാലയത്തിൻ്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിയുന്നത്. ഞാൻ ഈ വിദ്യാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അന്ന് ഇതുപോലുള്ള കെട്ടിടങ്ങളോ മതിലുകളോ കമ്പി അഴികളോ
ഒന്നുമില്ലാതിരുന്ന പൂഴിമണൽ മാത്രം ചുട്ടുപൊള്ളുന്ന മണൽ, ഇതിൻ്റെ പുറകിൽ 10-15 കരിമ്പനകൾ കുടപിടിച്ച് നിൽക്കുന്നു. റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, റോഡെന്ന് പറയാനൊന്നും ഒന്നുമില്ല, ചെങ്കല്ല് വിരിച്ച പാത. പടിഞ്ഞാറ് വശത്ത് ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പഴയ ഓലക്കെട്ടിടം, അതിനോടനുബന്ധമായി വെള്ളം തയ്ക്കാത്ത ചെങ്കല്ലിൽ പണിത ഒരു ഓടിട്ട കെട്ടിടം. ഇതായിരുന്നു വിദ്യാലയത്തിൻ്റെ ആദ്യത്തെ കെട്ടിടങ്ങൾ. അവിടെ പഠിപ്പിച്ചിരുന്ന പ്രധാന അധ്യാപകൻ ജയദീപിൻ്റെയൊക്കെ മുത്തച്ഛനാണ്, അമ്മയുടെ അച്ഛൻ. ഈ മാനേജറുടെ അമ്മയുടെ അച്ഛൻ കുട്ടമ്മേനാണ്. 6 അടി ഉയരവും ദീർഘകായനായ അദ്ദേഹം വഴിയിലൂടെ നടന്നു വരുമ്പോൾ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളല്ല അല്ലാത്തവർ പോലും മണിക്കുത്തഴിച്ച് തൊഴുകയോടെ മാറി നിൽക്കുന്നു. ഐത്താചരണമല്ല, ആരാധനയോടെയുള്ള ആ നിൽപ്പ് മറക്കാൻ പറ്റില്ല. തൻ്റെ വിദ്യാർത്ഥികളെ, അന്നൊക്കെ ഇതുപോലുള്ള പേനയൊന്നുമില്ല, മഷിയിൽ ബുക്ക് എഴുതുന്ന സ്റ്റീൽ പേനയാണ്, നിങ്ങളൊക്കെ അത് ഉപയോഗിച്ചാണ് എഴുതിയിരുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ, ഒരു അധ്യാപകൻ്റെ മഹത്വമാണ് ഞാൻ പറയുന്നത്, കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ഏത് ക്ലാസ്സിലായാലും വൈകുന്നേരം 4 മണിക്ക് ശേഷം പിടിച്ചിരുത്തി അവരെ പ്രത്യേകം പരിശീലിപ്പിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രധാന കാരണം അതാണ്. ഏതോ ഒരു കൊപ്രക്കളത്തിൽ ആരംഭിച്ച ഒരു വിദ്യാലയം ഇന്നൊരു ഹയർ സെക്കൻഡറി സ്കൂളായി നാടിൻ്റെ അഭിമാനമായി മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിനെ വളർത്തി വലുതാക്കിയ ഒരു സംഘം അധ്യാപകരും നേതൃത്വം വഹിക്കുന്ന മാനേജ്മെൻറ്റും ഉണ്ടായതുകൊണ്ടാണ് ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ നോട്ടീസിൽ അടിയിലൊരു ചിത്രം കൊടുത്തത് നിങ്ങൾ കണ്ടു കാണും, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ചിത്രത്തിൽ ഞാനുണ്ട്. അതിൻ്റെ വലതുഭാഗത്ത് താഴത്ത് 2 സഹോദരങ്ങളെയും എൻ്റെ അയൽവാസിയെയും കൂട്ടിപ്പിടിച്ചു നിർത്ത് ഒരു കൊടിയുമായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ സ്മാരകമായിട്ടാണ് ഈ വിദ്യാലയം UP സ്കൂളായത്. പട്ടം താഴെയുള്ള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അനുവാദത്തിന് വേണ്ടി എൻ്റെ പിതാവ് പുഞ്ചയിൽ ശേഖരൻ നായരും ഞാറക്കാട്ട് ഉള്ളിപ്പണിക്കലും തിരുവനന്തപുരത്ത് ചെന്നു. അപ്പോൾ കുമാരപ്പണിക്കൽ ഹൈസ്കൂൾ, ഇടവനക്കാട് ഹൈസ്കൂളിൻ്റെ മാനേജർ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റായിരുന്നു ഡയറക്ടർ സുന്ദരനായിരുന്നു. അപ്പൻ തമ്പുരാൻ ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹം നായരമ്പല കല്യാണത്തിൻ്റെ ഭാഗത്ത് കുറേ ദിവസങ്ങളോളം തിരുവനന്തപുരത്ത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ചെല്ലും. ഒരു ദിവസം മുഖ്യമന്ത്രി പട്ടംതാഴമുള്ള കാറിലിറങ്ങിയപ്പോൾ ഈ 2 പേരും പഠിക്കലിൽ നിൽക്കുകയാണ്. ഇനി ഈ പഠിക്കൽ കണ്ടുപോയാൽ വാച്ചൻ വാർഡിനോട് പിടിച്ച് നിങ്ങളെ അകത്താക്കാൻ പറയും. അതെ, നിങ്ങൾക്കൊരു സ്കൂൾ തന്നാൽ ഇടവനക്കാട് സ്കൂളിൻ്റെ ഡിവിഷൻ കുറയും. ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളാണ് അവിടുത്തെ ഫീഡിങ് സ്കൂൾ ആയിട്ട് കണക്കാക്കുന്നത് ഈ സ്കൂളിനെയാണ്. അതുകൊണ്ട് അനുവദിക്കാൻ പറ്റില്ല. അവസാനം പനമ്പിള്ളി ഗോവിന്ദൻ ഉൾപ്പെടെ ഇടപെട്ട് പട്ടംതാഴെ സമാശ്വസിപ്പിച്ച് ഇടവനക്കാട് ഹൈസ്കൂളിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ നഷ്ടപ്പെട്ടാൽ ഈ വിദ്യാലയം തുടങ്ങുമ്പോൾ ആ നഷ്ടപ്പെട്ട അധ്യാപകനെ ഇവിടെ വിന്യസിക്കണം. ഇതായിരുന്നു ഡിമാൻഡ്. ആ ഡിമാൻഡ് അംഗീകരിക്കാൻ തയ്യാറായി. പട്ടംതാഴമുള്ള നായരമ്പലം തോട്ടിൽ ബോട്ടിൽ വന്നിറങ്ങി വലിയ ആഘോഷപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ച് ഈ വേദിയിൽ കൊണ്ടുവന്നു. അതാണ് ഈ വിദ്യാലയം ഉണ്ടാക്കുന്നത്. ഈ കാണുന്ന UP സ്കൂൾ കെട്ടിടമായിരുന്നത്. ഇതിൻ്റെ മുമ്പിൽ വാർത്ത വെച്ചിട്ടുണ്ട് മിഡിൽ സ്കൂൾ ഭഗവതി വിലാസത്തിന് കാണാം. അന്ന് ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തവരാരൊക്കെയാണ്? പട്ടംതാഴമുള്ള മുഖ്യമന്ത്രി, പുത്തഴത്ത് രാമൻ മേനോൻ
എന്ന് പറയുന്ന സാംസ്കാരിക നായകൻ, അപ്പൻ തമ്പുരാൻ, ഡോക്ടർ AR മേനോൻ, ഇങ്ങനെയുള്ള പ്രമുഖ AR റഹീം വ്യക്തിത്വങ്ങളാണ് ആ ഫോട്ടോയിൽ കാണുന്നത്. അതിൻ്റെ വലതുവശത്ത് താഴെ ഒരു പയ്യനായിട്ട് ഞാൻ കാണാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്തരമൊരു വിദ്യാലയം ഈ കുഗ്രാമത്തിൽ ആരംഭിക്കാൻ ഉത്സാഹം കാണിച്ച മുൻ തലമുറ അവരെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ത്യാഗപൂർണമായ അവരുടെ സേവനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് അഭിമാനപൂർവ്വം 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഭഗവതി വിലാസം സ്കൂൾ എന്ന് പറയാൻ കഴിയുന്നത്. ത്യാഗ സുലഭിതമായ ഒരുപാട് ജീവിതങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഷൈൻമോൻ സൂചിപ്പിച്ചു എൻ്റെ അധ്യാപകനാണെന്ന്. ഷൈൻമോൻ്റെ അച്ഛൻ്റെ അധ്യാപനം കൂടിയാണ് ഞാൻ. കുമാരൻ മുമ്പിലിരിപ്പുണ്ട്. അവരൊക്കെ ഇവിടെ പഠിച്ചവരാണ്. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ പകർന്നു കൊടുക്കുന്നത് കേട്ട് പോകുന്നവരല്ല, അവരേത് രീതിയിൽ ആസ്വദിക്കുന്നു എന്ന് വിലയിരുത്തുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ അധ്യാപകനാകുന്നുള്ളൂ. അങ്ങനെയൊക്കെ ചിലത് ചെയ്യാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഇവിടെ UP സ്കൂളായിരുന്ന കാലഘട്ടത്തിൽ എനിക്കല്പം നാടകഭ്രാന്തും കലാ സാഹിത്യ ഭ്രാന്തൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നാടകം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹെഡ് മാസ്റ്റർ കുട്ടമ്മേനു സാറിന് നാടകത്തോടൊക്കെ വലിയ താല്പര്യമില്ല, പുച്ഛമാണ്. നാടകമൊക്കെ വേണോ ആനിവേഴ്സറിക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരെണ്ണം നന്നായിട്ട് നമ്മുടെ പിള്ളേരെ കൊണ്ട് തന്നെ അവതരിപ്പിക്കാം. അനിയൻ അത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നെ ശിഷ്യനാണ്, ഞാൻ അനിയൻ എന്ന് വിളിച്ചുകൊള്ളണം. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം ആയിക്കോട്ടെ. ഇവിടെ നിങ്ങളെല്ലാം അറിയപ്പെടുന്നൊരു കലാകാരനുണ്ടായിരുന്നു, ദയാനന്ദൻ ആശാൻ എന്ന് പറയുന്ന. ആ ദയാനന്ദൻ ആശാനെ കൊണ്ട് ഞാനിവിടെ ഒരു നാടകം അവതരിപ്പിച്ചു. തേങ്ങയില്ല ചിരട്ടയുണ്ട് എന്നാണ് നാടകത്തിൻ്റെ പേര്. കടവൂർ G. ചന്ദ്രപിള്ള എഴുതിയ നാടകം. ആ നാടകത്തിൽ കാരണവരാണ് ഈ ദയാനന്ദനാശാൻ. മക്കളൊക്കെ ഭാര്യ മരിച്ചുപോയി. പിതാവ് ഓരോ മക്കളുടെ വീട്ടിലും കുറേ നാൾ താമസിക്കും. അവർക്ക് കുറേ കഴിയുമ്പോൾ കാരണവർ പോകുന്നില്ല. ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണില്ലേ അച്ഛൻ എന്ന് ചോദിക്കുന്നു മക്കൾ ഓരോരുത്തരും. അനിയത്തിയുടെ വീട്ടിലേക്ക് പോയില്ല ഇതേവരെ അച്ഛൻ. സ്നേഹം കൊണ്ടാണെന്നാണ് വെപ്പ്, അറിയാമല്ലോ എന്താണെന്ന്. മാറി മാറി പോകുന്നു. അപ്പോൾ എല്ലാവരും പരസ്പരം പറഞ്ഞു തുടങ്ങി, അച്ഛൻ്റെ കയ്യിലൊരു പെട്ടിയുണ്ട്, അതിലെന്തോ കാര്യമായ നിക്ഷേപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അച്ഛനെ ഇങ്ങനെ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു മകൾ വളരെ സ്നേഹപൂർവ്വം വാത്സല്യത്തോടെ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എത്ര നാളായി പരിഭവമൊക്കെ പറഞ്ഞ് അച്ഛനെ വീട്ടിൽ വിളിച്ചുകൊണ്ടും താമസിപ്പിക്കുക, കഥ പറഞ്ഞ് മുഷിപ്പിക്കുകയല്ല. അവസാനം പിതാവ് മരിച്ചു. കയ്യിലുള്ള പെട്ടിക്ക് വേണ്ടി പെരുവേലിയായി. കെട്ടിയവനത് കെട്ടിപ്പൊളിച്ചു. അതിൽ നോക്കിയപ്പോൾ 2 ചിരട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തേങ്ങയില്ല, ചിരട്ടയുണ്ട്. ഇതായിരുന്നു നാടകത്തിൻ്റെ ഇതിവൃത്തം. പിന്നീട് ഇവിടെ ഒരുപാട് നാടകങ്ങൾ, യുവജനോത്സവ വേദികൾ ഇവിടെ ഉത്സവമായിരുന്നു. യുവജനോത്സവം എന്ന് പറയുന്ന ആ പരിപാടി ശരിയായി ഉത്സവം ആയി കൊണ്ടാടിയ ഒരു വിദ്യാലയമാണിത്. 35 നാടകങ്ങളും മറ്റുമാണ് ഒരു സ്കൂൾ യുവജനോത്സവത്തിന് ഇവിടെ അവതരിപ്പിക്കാൻ വരിക. ഇപ്പോൾ നാടകത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സമിതിയിൽ ഒരാളായിരുന്നു ഞാൻ. നാടകങ്ങളൊക്കെ തിരഞ്ഞെടുത്തു. ഞങ്ങൾക്കറിയാം ബെന്നി P. നായരമ്പലം നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. ബെന്നി P. ഒരു ചെറിയൊരു ഫാൾസ് എഴുതി കൊണ്ടുവന്നു, കുറേ സംഭാഷണങ്ങൾ മാത്രം. നല്ലൊരു നാടകമായി എഴുതി കൊണ്ടുവന്നാൽ കൊള്ളാമില്ല എന്ന് പറഞ്ഞ് മടക്കി. സാറങ്ങനെ മടക്കിയത് കൊണ്ടാണ് ഞാനിന്നൊരു തിരക്കഥാകൃത്തായി മാറിയതെന്ന് ബെന്നി പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ അവതരിപ്പിച്ചൊരു നാടകത്തിൽ സമ്മാനം കിട്ടാതായപ്പോൾ ഇവിടുത്തെ എക്കോസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു നാടകപ്രേമി സംഘം ഹൈക്കോടതിയുടെ മുമ്പിൽ വായു മൂടിക്കെട്ടി വലിയൊരു പ്രതിഷേധത്തിന് നിന്നു. ഹൈക്കോടതി ജഡ്ജി ചോദിച്ചു, ഈ നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ
അത് വിലയിരുത്തിയത് ആരെല്ലാമാണ്. അപ്പോൾ അതിലൊരു അധ്യാപകൻ ഞാനാണ്, ഒരു സുകുമാരൻ മാഷുണ്ട്, സേതു മാഷുണ്ട്. ഇവരൊക്കെ നാടകം അവതരിപ്പിച്ചവരാണ്. റേഡിയോയിലൊക്കെ നാടകം അവതരിപ്പിക്കുന്ന ഒരാളാണ് ഈ രവീന്ദ്രനാഥ സാർ എന്ന് പറയുന്ന ആൾ. അവർ വിലയിരുത്തിയൊരു നാടകം ശരിയായ വിലയിരുത്തലായി ഈ കോടതി തീരുമാനിക്കുന്നു. അതിന് വേറൊരു അപ്പീലില്ല. അവരോട് പോയി മാപ്പ് ചോദിക്കാൻ ആ പ്രതിഷേധക്കാരോട് എക്കോസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയിലെ ആളുകളാണ് പറഞ്ഞു. അങ്ങനെയാണ് വീണ്ടും പല നാടകങ്ങൾ അവതരിപ്പിച്ചു. ശിവരാമ സാറും വിശ്വം മാഷും ഒഴിച്ച് ബാക്കി എല്ലാ അധ്യാപകരെയും ഈ രംഗത്ത് കൊണ്ടുവന്ന് കടവൂർ ശ്രീ ചന്ദ്രപിള്ളയുടെ അഗ്നിപ്രളയം എന്നൊരു നാടകം അവതരിപ്പിച്ചു. എല്ലാ മാഷന്മാരും രംഗത്താണ്. DIGI ഗോപിനാഥമേനോൻ, പ്യൂണായിട്ട് നമ്മുടെ മണിസാർ, ഇവരൊക്കെയാണ്. അതിമനോഹരമായ രീതിയിൽ അവതരിപ്പിച്ച നാടകം രണ്ടാമതും ഞങ്ങൾക്ക് കാണണമെന്നാവശ്യപ്പെട്ട് ഈ നാട്ടുകാർ മുന്നോട്ട് വരികയും രണ്ടാമതും അവതരിപ്പിക്കുകയും ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. അത് ഒരു അധ്യാപകൻ കുട്ടികളെ വിലയിരുത്തുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പലപ്പോഴും പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കണ്ണീരൊഴുക്കുന്ന മുഖങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ഭംഗിയായി അത് അവതരിപ്പിക്കാൻ ഒരു അധ്യാപകന് കഴിയുമോ? അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മളെ അവർ തിരിച്ചറിയുന്നത് അധ്യാപകന്. അത് ഓർമ്മിക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, അതിന് ശ്രമിക്കുന്നുമില്ല. ഈ വിദ്യാലയത്തിൽ തന്നെ ഏതാണ്ട് 33 വർഷം അധ്യാപകനായി പ്രവർത്തിച്ചു. പ്രൈമറി അധ്യാപകൻ, UP അധ്യാപകൻ, ഹൈസ്കൂൾ അധ്യാപകൻ, പിന്നെ അതിനുശേഷം ഈ സ്കൂളിൻ്റെ മാനേജർ പദവിയിൽ ഇരിക്കുമ്പോഴാണ് ഈ ഹൈസ്കൂൾ ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയമായി മാറിയത്. അന്ന് PK അബ്ദുൾ റബ്ബായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ഇവിടെ ഉദ്ഘാടനം നടത്തിയത് ഇതിനപ്പുറത്തെ ബിൽഡിങ്ങാണ്. ഈ കാലഘട്ടം നോക്കുക. എൻ്റെ പിതാവ് ഒരു UP സ്കൂളാക്കി വിവരത്തിനെ പരിശോധിച്ചു. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഈ നാട്ടിൽ ഒരുപാട് പേരുടെ അവശതകൾ കടന്ന് അവർക്ക് പരിഹാരം കാണാനും സമാശ്വാസം നൽകാനും ഈ വിദ്യാലയത്തിൻ്റെ ജൂബിലി സംഘാടക സമിതി ഒരുങ്ങുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കൈയയച്ച് സംഭാവന നൽകി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനും ആതുര ശുശ്രൂഷയ്ക്കായും നല്ലൊരു ആംബുലൻസ് വാങ്ങിച്ചു കൊടുക്കാനുമുള്ള ഇവരുടെ ആശയാഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആ കർത്തവ്യം, ആ ചുമതല ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധമാകുമ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ ജൂബിലി ആഘോഷം സാർത്ഥകമാകും. അപ്പോഴേ സാർത്ഥകമാകുന്നത്. ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് കാര്യമില്ല. അത് ഏറ്റെടുത്ത് നടത്താൻ തുനിയുന്ന ആ നല്ല മനസ്സുകളെ സഹായിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ നിങ്ങൾ സന്നദ്ധമാകുമെങ്കിൽ ഈ നോട്ടീസിൽ അവർ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കി ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാകാൻ ഈ ജൂബിലി ആഘോഷ കമ്മിറ്റിക്ക് കഴിയട്ടെ. മാനേജ്മെൻറ്റിന് സാധ്യതമാകട്ടെ. ജഗദംബയുടെ അനുഗ്രഹം നിർലോഭം ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. സാറിൻ്റെ വാക്കുകൾ ഒരിക്കലും ബോറടിപ്പിക്കുന്നതല്ലെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനങ്ങൾക്ക് പകരം വയ്ക്കാൻ പോകുന്ന ഒന്നും ഇല്ല. അദ്ദേഹത്തിന് ഹൃദയം തൊട്ട് നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായി ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയായ ശ്രീ NK ശശി സർ. ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MLA അധ്യക്ഷയായിരുന്ന തുളസി സോമൻ, ഇപ്പോൾ വേദിയിലിരിക്കുന്ന ഷൈൻമോൻ രവിസാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭ വ്യക്തികളെ, ഇവിടെ ഇത്രയും സമയവും ഇത് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാർ, പലതും പറയണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചാണ് വന്നതെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അത്രയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇത് കഴിയുമ്പോൾ തന്നെ ഓണക്കളിക്കാനുള്ള റെഡിയായി നിൽക്കുന്നതായിട്ട് ഇവിടെ സ്റ്റേജിൽ അറിയിച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്ന് എൻ്റെ കാര്യം മാത്രം ഒരു 5 മിനിറ്റുകൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാനിവിടെ 7ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 1ാം ക്ലാസ്സിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ചോദി, അദ്ദേഹമാണ് ഇവിടെ കുട്ടപ്പൻ സാറിൻ്റെ മുമ്പിൽ ആണ് അന്ന് എന്നെ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. അപ്പോൾ കുട്ടപ്പൻ സാറാണ് അന്ന് ഹെഡ് മാസ്റ്റർ. എന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഞാമേലില്ല മൈസൻ ടീച്ചറാണ്. 2ാം ക്ലാസ്സിൽ അമ്പുജൻ ടീച്ചറാണ്. 3ാം ക്ലാസ്സിൽ അമ്മ ടീച്ചറാണ് നെടുങ്ങാട്ട്. ആ 3ാം ക്ലാസ്സിലാകുമ്പോൾ ഈ കെട്ടിടം ആയിരുന്നു. 3ാം ക്ലാസ്സിൽ ഇവിടെ ആയിരുന്നു. 4ാം ക്ലാസ്സിൽ വിശ്വമാഷായിരുന്നു അവിടെ. 2 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മലയാളം 5, ഇംഗ്ലീഷ് 5. മലയാളം 5 പാർക്കുട്ടി സാറും ഇംഗ്ലീഷ് 5 ബാലൻ സാറും. 6ാം ക്ലാസ്സിൽ നാരായണ സാറും. 7ാം ക്ലാസ്സിൽ ശ്രീരാമൻ മാഷും. ഇത്രയും ഈ അധ്യാപകർ ഭാരം തന്നെ ഇപ്പോൾ ഇല്ല. അതേപോലെ തന്നെ അന്ന് പഠിപ്പിച്ചിരുന്ന അധ്യാപകരില്ല. എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എനിക്ക് ഇനി ഈ അവസരം തന്ന കമ്മിറ്റിക്കാരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നമസ്കാരം. നന്ദി സർ, അങ്ങയുടെ ഈ വിലയേറിയ വാക്കുകൾക്ക് ഈ സാന്നിധ്യത്തിന്. അടുത്തതായി ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നു നമ്മുടെ മദർ PTA പ്രസിഡന്റ് ശ്രീമതി ജിഷ സോബൻ അവർക്ക്. എല്ലാവർക്കും നമസ്കാരം. സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ബഹുമാന്യരെ, വൈപ്പിൻകരയുടെ വിദ്യാഭ്യാസ പ്രതീകമായ നായരമ്പലം ഭഗവതിവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ 100ന്റെ നിറവിലാണ്. 1 വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വർണ്ണാഭമായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. ആഘോഷങ്ങൾക്ക് പുറമെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളത് അഭിനന്ദനാർഹമാണ്. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും PTA-യുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നല്ലവരായ നാട്ടുകാരുടെയും ഒത്തൊരുമയോടുകൂടെയാണ് ഈ പദ്ധതികളെല്ലാം വിജയത്തിലെത്തിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തിലൂടെ നടപ്പാക്കിയിട്ടുള്ള ഈ പദ്ധതികളെല്ലാം വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ജിഷാമൻ. അടുത്തതായി ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നു നമ്മുടെ സ്കൂൾ ലീഡർ, മികച്ച നാടക നടൻ ഉൾപ്പെടെയുള്ള അനേകം സവിശേഷതകളുള്ള മാസ്റ്റർ അഭിനവ് VR. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഭഗവതിവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന എൻ്റെ ഈ വിദ്യാലയം 100 വയസ്സ് തികയുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതും ഈ മഹാരഥന്മാരോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞതും മഹാഭാഗ്യമല്ലാതെ മറ്റെന്താണ്. ഈ ഉദ്ഘാടന വേളയിൽ മാത്രമല്ല, ഇനി അങ്ങോട്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന മുഴുവൻ പരിപാടികളിലും സജീവ സാന്നിധ്യമാവുവാൻ ഈ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും കാത്തിരിക്കുകയാണ്. വൈപ്പിൻകരയുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കുന്ന വിധത്തിൽ ഈ വിദ്യാലയ മുത്തശ്ശിയുടെ ശതാബ്ദി ആഘോഷ പരിപാടികളും അതിനോടനുബന്ധിച്ചുള്ള മാതൃകാപരമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഏറെ ഭംഗിയായി നിർവഹിക്കപ്പെടട്ടെ എന്ന് BVHSലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രതിദാനം ചെയ്തുകൊണ്ട് ഞാൻ ആശംസിക്കുന്നു. നന്ദി. നന്ദി അഭിനവ്, ഗംഭീരമായ അങ്ങയുടെ വാക്കുകൾക്ക്. അടുത്തതായി ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നു നമ്മുടെ DVUPSലെ പ്രധാനാധ്യാപിക ശ്രീദേവി ടീച്ചർ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് 100ന്റെ നിറവ് ആഘോഷിക്കുന്ന, അതായത് 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വിദ്യാലയ മുത്തശ്ശി ഭഗവതിവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണം ആഘോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു ആനന്ദത്തിമർപ്പിൽ ആറാടി നിൽക്കുകയാണ്. ഇന്ന് ഏറ്റവും ഭംഗിയായ രീതിയിൽ എല്ലാ പരിപാടികളും നടത്തുവാൻ സാധിച്ചു. ഉദ്ഘാടന കർമ്മവും ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ നടന്നു. ഇനിയും
ശതാബ്ദി വേളയിൽ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ വേളയിൽ നമുക്ക് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിൻ്റെ ഓരോ പ്രവർത്തന ഘട്ടവും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീദേവി ടീച്ചർ. ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു നമ്മുടെ BIT പ്രിൻസിപ്പൽ ബീന ടീച്ചർ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ പ്രിയജനങ്ങളെ, 100ന്റെ നിറവിൽ നിൽക്കുകയാണ് ഈ സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ 100ാം വർഷത്തിൽ അതിൽ പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. 25 വർഷം മുൻപ് അതിൻ്റെ 75ാം വാർഷികത്തിലും എനിക്ക് പങ്കുചേരാൻ സാധിച്ചു. അത് വളരെ നന്ദിയോടെ തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. 100 വർഷത്തിൻ്റെ ചരിത്രം വലിയൊരു യാത്ര തന്നെയാണ്. ഈ യാത്രയിൽ മികച്ച കുറേയേറെ അറിവിൻ്റെ വെളിച്ചം പകർന്ന് മികച്ച പൗരന്മാരെയും വിദ്യാർത്ഥികളെയും ഒക്കെ നേതാക്കന്മാരെയും എല്ലാം ഈ വിദ്യാലയത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാപകരെയും അധ്യാപകരെയും അനധ്യാപകരെയും വിജയം കൊണ്ടുനിന്ന നമുക്ക് വിദ്യാർത്ഥികളെയും എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ വിദ്യാലയത്തിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ വ്യക്തിപരമായിട്ടും ഈ വിദ്യാലയത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഈ ശതാബ്ദി ആഘോഷം കൂടുതൽ വിജയങ്ങൾക്കുള്ള ഒരു വഴികാട്ടിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ബീന ടീച്ചർ. ഈ ആഘോഷ സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ശതാബ്ദി ആഘോഷ സമിതി കൺവീനർ ശ്രീമതി ശ്രീഭദ്ര ടീച്ചറെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാനപ്പെട്ട വേദിയിൽ ഉപവിഷ്ടരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിൽ ആദ്യമായി ഈ ചടങ്ങ് ഇത്രയും ഭംഗിയാക്കിയതിന് നായരമ്പലത്തമ്മയുടെ തിരുസന്നിധിയിലുള്ള ഈ വിദ്യാലയത്തിന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയോടെ നായരമ്പലത്തമ്മയ്ക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇത്രയും മഹനീയമാക്കിയ എല്ലാ വ്യക്തിത്വങ്ങളെക്കും നന്ദിയോടെ ഞാൻ എൻ്റെ ഔപചാരിക കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി നമുക്ക് ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച് ഇവിടെ സംസാരിച്ച നമുക്ക് ഈ വിദ്യാലയത്തിന് വൈപ്പിൻകരയുടെ അഭിമാനമായ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവർകൾ, അദ്ദേഹം സ്മാർട്ട് ലൈബ്രറി നമുക്ക് തന്നു. അതുപോലെ തന്നെ 10 ലാപ്ടോപ്പുകൾ അനുവദിച്ചു. ഇനിയും അദ്ദേഹത്തിൻ്റെ സഹായം നമുക്കുണ്ടാകും. ലാപ്ടോപ്പുകൾ അനുവദിച്ചു. ഇനിയും അദ്ദേഹത്തിൻ്റെ സഹായം നമുക്കുണ്ടാകും. നമ്മുടെ അടുത്ത സ്കൂളിനെ ഒരു യാത്രയ്ക്ക്, ഒരു സല്ലാപ യാത്രയ്ക്ക് അദ്ദേഹം ഈ അടുത്ത് കൊണ്ടുപോവുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ നമുക്ക് വാഗ്ദാനം നൽകി നമ്മുടെ കുട്ടികളെയും വോൾഗാട്ടിയിലൊരു യാത്രയ്ക്ക് കൊണ്ടുപോകുമെന്നുള്ളത്. അതും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഉദ്ഘാടകനായിട്ട് ഇന്ന് എത്തിച്ചേർന്ന് നമുക്ക് വേണ്ടി സംസാരിച്ച് ഈ ചടങ്ങ് ഭംഗിയാക്കിയ അദ്ദേഹത്തിന് ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ അധ്യക്ഷ പദവി അലങ്കരിച്ച ശ്രീമതി തുളസി സോമൻ അവർകൾ, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, നമുക്ക് പ്രിയങ്കരിയായ ശ്രീമതി തുളസി സോമൻ അവർക്ക് എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും വിദ്യാഭ്യാസ വകുപ്പിൽ ഔദ്യോഗിക സ്ഥാനത്ത് ഉന്നത പദവി അലങ്കരിക്കുന്ന, ഇപ്പോൾ സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടറുമായ ശ്രീ ഷൈൻമോൻ സർ ഏതൊരവസരത്തിലും നമ്മളോടൊപ്പമുണ്ട്. ഏത് കാര്യത്തിന് സഹായം ചോദിച്ചാലും നമ്മളോടൊപ്പമുണ്ട്. സഹായങ്ങൾ മാത്രമല്ല, പ്രവർത്തനത്തിലൂടെ അദ്ദേഹം വിദ്യാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന് ഏറെ നന്ദിയോടെ കൃതജ്ഞത അർപ്പിക്കുന്നു. നമുക്കിന്ന് സ്വാഗതം നേർന്ന
നമ്മുടെ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ശതാബ്ദിക്ക് മാനേജർ പദവി അലങ്കരിക്കുന്ന അദ്ദേഹത്തിന് ഏറ്റവും ഭാഗ്യമുണ്ടെന്ന് തന്നെ ഞാൻ പറയട്ടെ. പക്ഷേ അത് നമ്മളോടൊപ്പം എപ്പോഴും നിന്നുകൊണ്ട് അദ്ദേഹം എല്ലാ കർത്തവ്യത്തിലും നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഏറെ നന്ദിയോടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. ശ്രീ ജയഗോപാൽ സാർ, അതുപോലെ ഇന്ന് ജനറൽ കൺവീനർ സ്ഥാനം ഈ ശതാബ്ദി വേളയിൽ അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാനിയായ പ്രിൻസിപ്പൽ ശ്രീമതി മിനി പി അവർകൾ ശതാബ്ദി റിപ്പോർട്ട് അവതരണം ഇന്ന് ഭംഗിയായി നിർവഹിച്ചു. അത് പ്രാവർത്തികമാക്കാൻ എല്ലാവരുടെയും സഹായങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ജനറൽ കൺവീനർ സ്ഥാനം അലങ്കരിക്കുന്ന മിനി ടീച്ചർക്ക് നന്ദി അർപ്പിക്കുന്നു. ഇവിടെ നമുക്ക് ഗ്രാമമാതാവായ ശ്രീമതി നീതു വിനോദ് അവർകൾ എപ്പോഴും നമ്മളോടൊപ്പം ഗ്രാമപഞ്ചായത്തുണ്ട്. കുറച്ച് തിരക്കുകൾ കാരണം കുറച്ച് വ്യക്തിത്വങ്ങൾക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വന്നു. ആശംസകൾ അർപ്പിച്ചും നല്ലൊരു പ്രസംഗവും നമുക്ക് കേൾക്കാൻ സാധിച്ചില്ല. എങ്കിലും അവരുടെ സാന്നിധ്യത്തിനും സഹകരണത്തിനും ഏറെ നന്ദിയോടെ ശ്രീമതി നീതു വിനോദ് അവർക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നായരമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ ജോബി വർഗീസ് അവർകൾ ഇന്ന് നമുക്ക് മികച്ച ആശംസകൾ നൽകി സംസാരിച്ചു. എപ്പോഴും നമ്മളോടൊപ്പം സഹോദര തുല്യനായിട്ട് ഇത് പ്രവർത്തനത്തിലുണ്ട്. ഇപ്പോൾ വിളിച്ചാലും വരും. ശ്രീ ജോബി വർഗീസ് അവർക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനിയും ആശംസകൾ അർപ്പിക്കാനായിട്ട് ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ അവർക്ക് ഇവിടെ വരാൻ സാധിച്ചില്ല. അതിൽ നമുക്കെല്ലാവർക്കും വിഷമമുണ്ട്. എങ്കിലും അവരുടെ എല്ലാം പ്രാർത്ഥന നമ്മളോടൊപ്പം ഉണ്ട്, സഹകരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെ ഇവിടെ ഇന്ന് വരാൻ സാധിക്കാത്ത വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ഏറെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ PK രാജീവ് അവർകൾ എപ്പോഴും നമ്മളോടൊപ്പം സ്കൂൾ പ്രവർത്തനങ്ങളിലുണ്ട്. അദ്ദേഹത്തെ ഏറെ നന്ദിയോടെ ഈ വേളയിൽ അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിലെ പ്രധാന വ്യക്തിത്വങ്ങൾ ഇന്നിവിടെ വരാൻ സാധിച്ചില്ല. ഏറെ നന്ദിയോടെ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് എന്നും മാർഗദർശനം നൽകുന്ന അവരെ ഏറെ അസാന്നിധ്യത്തിലും അവർക്ക് നന്ദി അർപ്പിക്കുന്നു. വരാമെന്ന് ഏറ്റതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അവർക്ക് ഇവിടേക്ക് വരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ മാസ്റ്റർ പ്ലാൻ, നമ്മുടെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ ഏതൊരു വിദ്യാലയത്തിൻ്റെയും നെടും തൂണാണ്. അതായത് ഒരു വിദ്യാലയം എങ്ങനെ പോകണം ഒരു വർഷം എന്നുള്ളതിനെ കുറിച്ച് മികച്ച ഒരു പ്ലാനിങ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മളുടെ എല്ലാ അധ്യാപകരുടെയും സഹായത്തോടെ, മാനേജ്മെൻറ്റിൻ്റെയും PTA സഹായത്തോടെ തന്നെ നമുക്ക് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സാധിച്ചു. അതിൻ്റെ പ്രകാശനവും നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിലെ തന്നെ ഉയർന്ന മേധാവിയായ പൂർവ്വ വിദ്യാർത്ഥിയായ ഷൈമോൻ സാറിന് നിർവഹിക്കാനും സാധിച്ചു എന്നുള്ളത് ഒന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ മറന്നുപോയി. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ നല്ല ഒരു ചരിത്രം നമുക്ക് ഈ സമയത്ത് കുറച്ച് വൈകിയെങ്കിലും രസകരമായിട്ട് തന്നെ ശ്രീ രവിചാരൻ നമുക്ക് അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് ഇനിയും എല്ലാ ചടങ്ങുകളിലും ഭംഗിയായിട്ട് പങ്കെടുക്കാൻ സാധിക്കട്ടെ. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്കൊരു അറിവായിട്ട് തരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷയോടെ തന്നെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ പൂർവാധ്യാപകനും ശതാബ്ദി ഗാനത്തിൽ നമ്മളോടൊപ്പം പാടിയ അദ്ദേഹം ഒരു മികച്ച ഗായകനും കലാകാരനൊക്കെയാണ്. റിട്ടയർഡ് DYSP ആണ് അദ്ദേഹം. ശശി സാർ എപ്പോഴും വന്ന് അന്വേഷിക്കും ഏതാണെന്നൊക്കെ കാര്യങ്ങൾ എപ്പോഴും അന്വേഷിക്കും. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ മദർ PTA പ്രസിഡന്റ് ശ്രീമതി ജിഷ സോബൻ അവർകൾ ഏറെ നന്ദിയോടെ ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനങ്ങളിലെ പ്രധാന വ്യക്തിത്വങ്ങൾ ശ്രീമതി ബീന ടീച്ചർ, ശ്രീമതി ശ്രീദേവി ടീച്ചർ ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ സ്കൂൾ ലീഡറും മിടുക്കനായ ഒരു കലാകാരനും നല്ല വിനയത്തിൻ്റെ പ്രതീകവുമായ നമ്മുടെ അഭിനവിന് ഏറെ നല്ലൊരു പ്രസംഗം ഇവിടെ കുറച്ച് സമയത്തിനുള്ളിൽ സമ്മാനിച്ചു. ആ കുട്ടിക്ക് ഏറെ ആശംസകളോടെ തന്നെ നന്ദി അർപ്പിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പൂർവ്വ അധ്യാപകർ ഇന്നിവിടെ സന്തോഷത്തോടെ എത്തിച്ചേർന്നു.
കുറേ നേരം അവരോടൊപ്പം ഇരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും സാധിച്ചില്ല. എങ്കിലും കുറച്ച് സമയം അവരുമായിട്ട് ചിലവഴിക്കാൻ സാധിച്ചു. അവരുടെ സംഭാവനകളിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം സ്നേഹവും സന്തോഷവും ഉണ്ട്. ആ ഒരു വ്യക്തിത്വങ്ങളെ ആദരിച്ചുകൊണ്ട് തന്നെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ മുൻ മാനേജർമാർ, മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, PTA കമ്മിറ്റി അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, സഹപ്രവർത്തകർ, മീഡിയ പ്രവർത്തകർ, പോലീസ് എക്സൈസ് സേവന രംഗത്തുള്ളവർ, അതുപോലെ തന്നെ നമ്മുടെ ശതാബ്ദി ഗാനം ചിട്ടപ്പെടുത്തിയ സുനിൽ അവർകൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അത് സംഗീതം നൽകിയ സെബിസ, ആലപിച്ച നമ്മുടെ വിജേഷ് ഗോപാൽ എന്ന മികച്ച ഗായകൻ, അതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, നാട്ടുകാർ, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഒത്തുകൂടാമെന്ന പ്രതീക്ഷയോടെ ഇനിയും ഈ ഒരു വർഷം വളരെയധികം അതുപോലെ തന്നെ ഒരാളെ വിട്ടുപോയി, സോറി, PSR രാജീവ് അവർകൾ. ഈ ഒരു കാലയളവിൽ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് അദ്ദേഹത്തിന് എനിക്ക് കാലയളവിലുള്ള പരിചയമേ ഉള്ളൂ. പക്ഷേ നല്ലൊരു കലാകാരൻ, ഷോർട്ട് ഫിലിം ഒക്കെ നന്നായിട്ട് തന്നെ എടുക്കുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, നല്ലൊരു വായന കാരനാണ്. അതുപോലെ തന്നെ നല്ല കുറേ അധികം അറിവുകൾ കുറച്ച് സമയത്തിനുള്ളിൽ പങ്കിടുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു മികച്ച ആദരവ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ കൃത്യമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തെ ഇവിടെ ഇന്ന് സന്നിഹിതനായതിന് നന്ദി അർപ്പിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. എല്ലാവരുടെയും സഹായവും സഹകരണവും നമുക്ക് ഈ ഒരു വർഷവും ഇനിയുള്ള തുടർ വർഷങ്ങളിലും ഈ വിദ്യാലയം വൈപ്പിൻകരയുടെ ഒരു നെടുംതൂണായിട്ട് മാറട്ടെ. സർവോപരി ഇന്ന് ഈ ചടങ്ങ് ഭംഗിയാക്കാൻ ഇവിടെ പ്രകൃതി പോലും നമുക്ക് കനിഞ്ഞരുളി, അതിന് നായരമ്പലത്തമ്മയുടെ കൃപാ കടാക്ഷങ്ങൾ നമുക്കുണ്ട്. ഇനിയും ഭംഗിയായിട്ട് നിർവഹിക്കാൻ സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. പ്രളയം എന്ന മനോഹരമായ കലാരൂപത്തിനാണ് നമ്മളിപ്പോൾ ഇനി കണ്ണും കാതും അർപ്പിക്കേണ്ടത്. കലാകാരന്മാർ നേരമായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി യോഗ നടപടികൾ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ആരും പോകരുത്. പൊതുവളയം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടതുണ്ട്. നന്ദി.